ഹലോ. ഹലോ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്താ ചാനലൊക്കെ കിട്ടിയോ? ചാനലൊക്കെ കിട്ടൂന്ന്. ഏ, ക്ഷമ വേണ്ടേ? ക്ഷമാണല്ലേ? ആ, ക്ഷമല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതെ. ചാനലൊക്കെ തിരിച്ചു കിട്ടിയിരിക്കും. എന്താന്നിട്ട് അബ്ദുള്ള വാസിന്റെ പിന്നാലെ ഉള്ളോ കുറച്ച് ദിവസമായിട്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, നമ്മള് വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. ഉം. ഉം. എന്തപ്പോ ഇങ്ങനെ ഒരാളെ പിന്നാലെ കൂടാതെ എത്തി? ഒരാളെ പിന്നാലെ ഒന്നല്ല, ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കും. അപ്പൊ അതിനാലും കൊടുക്കും, CP സലീമിനാലും കൊടുക്കും, മുജാഹിദ് ബാലുശ്ശേരിക്കുള്ളത് മുജാഹിദ് ബാലുശ്ശേരിക്ക് കൊടുക്കും, എല്ലാവർക്കും ഉള്ളതും കൊടുക്കും. ഓരോരുത്തർ അർഹിക്കുന്നത് അവരർഹിക്കുന്ന ശൈലിയിൽ കൊടുക്കും. അതാണ് നമ്മളെ രീതി. പിന്നെ ഈ ബനു ഖുറൈളന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ, അതില് മറ്റേ ഒപ്പം സംസാരിക്കുന്ന ആളെ സംസാരിക്കാൻ അയക്കാത്ത മാതിരി തോന്നി. വെറുതെ ഇങ്ങനെ സമയം കളയല്ലോ. 1 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ട് അയാള് ഒരു വിഷയത്തേക്ക് വരുന്നില്ലല്ലോ. അതിനപ്പുറത്തേക്ക് അല്ലെ നമ്മളിത് ഈ ബനു ഖുറൈളന്റെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ നമുക്ക് ഉത്തരം ഇല്ലാന്നായി പോവില്ലേ? അതെ, ഞാനും ഇത് മനസ്സിലാക്കിയ ആളാണ്. കാരണം ഇത് ഇങ്ങനെ വലിയൊരു കൂട്ടക്കൊല എന്നൊക്കെ പറയുമ്പോഴേ നമ്മളത് മനസ്സിലാക്കാൻ നോക്കല്ലോ. പക്ഷെ നമ്മള് പഠിച്ച ഇസ്ലാം ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പഠിക്കാത്തതാണ്. അപ്പൊ ഈ 600-700 ആൾക്കാരോ ഒന്നിച്ച് കൂട്ടക്കൊല ചെയ്തെന്നുള്ളതിനെ തെളിവ് യുക്തിപരമായിട്ട് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് എത്ര യുദ്ധങ്ങൾ നടന്ന് നബിന്റെ കാലത്ത്, ബദർ, ഉഹുദ്, ഖന്തക്ക്, അങ്ങനെ ഓരോ യുദ്ധങ്ങളിലും നമുക്ക് ഏറിപ്പോയാലും ഒരു 10-70 ബദറിൽ എത്ര എന്താ കഥ? കുറഞ്ഞ ആൾക്കാര് 10-14 ആൾ. ബദറിൽ 70 ആളെ കൊന്നില്ലേ? ബദറിൽ 70 ആള് കൊന്നിട്ടുണ്ട്. 70 ആളെ കൊന്നിട്ടുണ്ട്. യുദ്ധത്തിൽ മരിച്ചവരാണ്. ആ യുദ്ധത്തിൽ മരിച്ചവര് അല്ല, യുദ്ധത്തിൽ മരിച്ചവര് വരെ അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും 600-700 ആൾക്കാരെ ഇത് 600 നമ്മൾ എഴുതിയ കണക്കല്ലല്ലോ ഇപ്പൊ. ഇത് കണക്ക് കിതാബിലുള്ളതല്ലേ. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ കിതാബില്? ഏത് കിതാബിലാ ഇല്ലാത്തത്? ഈ ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഒന്ന് ഇബ്നു ഹിഷാമിന്റെ സീറയാണ്. അതിൽ പറയപ്പെടുന്ന കണക്ക് ഇതാണ്: 600-നും 900-നും ഇടയിൽ. എക്സാക്ട് കണക്കില്ല. പക്ഷെ അതിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുണ്ട്. അതായത് തബരിയുടെ കണക്കിലും ഇതേ കണക്കാണുള്ളത്. പിന്നെ പറയപ്പെട്ട കണക്ക് ഇപ്പം ആ ചങ്ങായി സംസാരിച്ചോ പറഞ്ഞ എന്താ പറയാ, കിതാബുൽ അംവാലിന്റെ കണക്ക് 40 പക്ഷെ അത് പല ഹദീസുകളിലും വരുന്ന സഹിഹായ ഹദീസുകൾക്ക് വിരുദ്ധാണ്. കാരണം ഗുഹ്യരോമം മുളച്ചു എന്ന് പരിശോധിച്ചതിന് ശേഷം ആളുകളെ കൊലപ്പെടുത്തി എന്ന് അന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടിയായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ട ഒരു ആള് പറഞ്ഞിട്ട് അതല്ലേ കുട്ടിയായിരുന്നു രക്ഷപ്പെട്ട ഒരാൾ. അപ്പൊ ഇത് ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇത് ക്രോഡീകരിക്കണ ഈ വിഷയം. പിന്നെ എല്ലാ ഹദീസും മുഹമ്മദ് നബി, ഈ സംഭവം കഴിഞ്ഞ് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ക്രോഡീകരിക്കും. അപ്പൊ നമ്മളെന്താ വെച്ചാല് ഇപ്പൊ ഈ താങ്കൾ ഇവന് സാക്കാനെന്തൊരു പേര് അറിഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തെ ഇത് കഴിഞ്ഞു പോയ പിന്നത്തെ തലമുറയോട് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവര് കാര്യങ്ങൾ പെരുപ്പിച്ച് പറയാലോ. ഉള്ള കാര്യങ്ങളൊന്ന് പെരുപ്പിച്ചാണ്ട് പറയാലോ. ഇല്ല, ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചാളുകളെ വധിക്കുകയും കുറച്ചാളുകളെ തടവിലാക്കുകയും ചെയ്തെന്നുള്ള ഒരു ആയത്തന്നെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കണം. ബാക്കി ആൾക്കാർ അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു മദീനയിലെ ഒരു കരാറുണ്ടായിരുന്നു. അപ്പൊ ഈ മൂന്ന് യഹൂദ ഗോത്രങ്ങൾ ആ സമയത്തുണ്ട് മദീനയില് നബി പ്രവേശിക്കുന്ന സമയത്ത്. അതില് 3 ആൾക്കാരോട് എന്താ വെച്ചാല് അവിടുത്തെ ആളുകൾക്കെതിരെ പുറത്തുനിന്ന് ഒരാൾ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ അതിനെ സഹായിക്കരുത് എന്നുള്ളതാണ് മദീന കരാറിലുള്ളത്. പിന്നെ പണ്ട് നമ്മൾ ചോദിച്ചിട്ട് ആ ചോദ്യം കൊണ്ട് കരാറും കൊണ്ട് വരാനാണ് പോയതല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ. അന്നിനല്ല എന്നെ കുറച്ച് കളിയാക്കിയത്. ഏതാണ് ആ കരാറെന്ന് കളിയാക്കല് മാത്രമല്ല, കരാർ ഏതാന്ന് കിട്ടിയിട്ടില്ല. മദീന കരാർ ചരിത്രത്തിൽ രേഖപ്പെട്ട കാര്യല്ലേ? മദീന കരാർ ചരിത്രത്തിലുണ്ട്. പക്ഷെ മദീന കരാറിൽ നിങ്ങൾ ഈ പറഞ്ഞ 3 ജൂതഗോത്രങ്ങളില്ല. ഇത് നമ്മൾ എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. നമ്മൾ എത്ര കാലമായി ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മദീന പാക്ട് വായിച്ചിട്ടുണ്ടോ? ജൂതന്മാർക്കുള്ള ഒരു വിധേയക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ജൂതന്മാർക്കുള്ള കരാറേ അല്ല അത്. ഒന്നാമത് അതൊരു കരാറല്ല. രണ്ടാമത്തത് അതൊരു സ്വയം പ്രഖ്യാപിത പറഞ്ഞുതരാം. അതൊരു സ്വയം പ്രഖ്യാപിത ഒരു പ്രഖ്യാപനാണ്. ആ പ്രഖ്യാപനം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളും മദീനക്കാരായിട്ടുള്ള വിശ്വാസികൾക്കും
വേണ്ടിയുള്ള കരാറാണ്. അങ്ങനെ വരുമ്പോൾ മദീനക്കാരായിട്ടുള്ള ജൂതഗോത്രങ്ങളുമായിട്ട് സഖ്യത്തിലുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരോട് ഉപഗോത്രങ്ങളായിട്ട് സഹകരിച്ചു വരുന്ന ജൂതഗോത്രങ്ങളുടെ പേരുകൾ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഈ ഗോത്രങ്ങളില്ല. ആ കരാറിന്റെ ഈ ബനൂ ഭാഗം ഖുറൈള. ബനു ഖുറൈള ഇല്ല, ബനു നളീറും ഇല്ല, ബനു കൈനുക്കാവും ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളി. സ്വാഭാവിക ഈ രണ്ട് ഇതിന്റെ മുന്നിൽ അല്ല, ബനൂ നിങ്ങൾ ഖുറൈളന്റെ മദീന പാക്ട് ഓക്കെ. മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മള് നോക്കി ചെറുതായിട്ട് ഈ നമ്മളെന്താ വെച്ചാൽ മൂല്യന്മാര് പറഞ്ഞത് പച്ച വായിച്ചു നുണയാണ്. പോയിക്കണ്. പക്ഷെ എന്താ വെച്ചാല് കറക്റ്റ് മൂല്യന്മാര് ഓർമ്മയില്ല. പറയുമ്പോ കരാറുണ്ടായിരുന്നു പറയും. ഏത് കരാറായിരുന്നു വെച്ചാല് ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ മദീന പാക്ട് എന്ന് പറയില്ല, പണ്ടൊക്കെ അത് പറയുന്നു. ഇപ്പൊ മദീന പാക്ട് എന്ന് പറയാറില്ല. ഇപ്പൊ വേറെ ഏതോ കരാർ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. കരാർ ഉണ്ടായിരുന്നു, കരാർ ലംഘിച്ചു എന്ന് ആരോ എങ്ങോട്ടോ പറഞ്ഞു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ കരാർ പക്ഷെ അതായത് അവിടെ നോക്കിങ്ങള്, അതായത് അവിടെ ഇപ്പൊ ഒന്നും ഈ നോക്കാനില്ല. ഈ ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ കിടങ്ങ് കുഴിച്ച് പിന്നെ അവർക്ക് ഈ ശത്രുക്കൾക്ക് കയറി ചെല്ലാൻ പറ്റണ ഈ ബനൂ ഖുറൈള ഗോത്രം താമസിക്കണം. അപ്പൊ എന്താ ഞാൻ വെച്ചാൽ ചോദിക്കണേ, ഈ കിടങ്ങ് കുഴിക്കണതേ ഉം ആര് കൊടുത്ത പിന്നെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്? അത് അവിടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. ആര് സഹകരിച്ചത്? വാടക എടുത്തത് ആരടുത്തുനിന്ന്? ബനൂ ഖുറൈളന്റെ ബനു അടുത്തുനിന്ന്. ഖുറൈളന്റെ അടുത്തുനിന്ന്. പക്ഷെ അവിടെ എന്ത് മൺവെട്ടി വെച്ചാല് സാധനങ്ങളും പറഞ്ഞല്ലേ, ഇതൊക്കെ ശരി. മൺവെട്ടി സാധനങ്ങളൊക്കെ നിക്ക് ഈ സംഭവമൊക്കെ നിങ്ങൾ ഈ പറയപ്പെടുന്ന അവിടെ ഗേറ്റ് തുറന്നു കൊടുത്തു, അതിന് സമ്മർദ്ദം ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നല്ല വെടിപ്പായി എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണ് സംഭവിച്ചത്, ഇപ്പൊ എങ്ങനെയാ സംഭവിച്ചത്, ഈ അവസാന അതിന്റെ ഇമ്പാക്ട് ഗോത്രാണ് എന്താ, അതിനെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. ഒരു ജനതയെ, ഇസ്ലാമിന്റെ ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളെ കൂട്ടക്കൊല ചെയ്യാനും മാത്രമുള്ള ഒരു ആക്ടിവിറ്റിയും അവിടെ നടന്നിട്ടില്ല. അവിടെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് മദീനയിലോ ഒരു നിങ്ങൾ പുസ്തകത്തിൽ നിയമ സംവിധാനമല്ല. എന്ത് അല്ല, ഈ അങ്ങനെ ഒരു ഇത്ര ആളുകളെ സംവിധാനം നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ മുസ്ലിങ്ങളാകെ അപകടപ്പെടുത്താവുന്ന ഒരു പ്രവർത്തനം ജൂതന്മാര് ഞാൻ പറഞ്ഞുതരാം. സംഘടിതമായി ജൂതന്മാര് ചെയ്തിട്ടില്ല. അതിന് ഈ നിങ്ങൾക്ക് ഇതിന്റെ തെളിവില്ല. മുന്നത്തെ രണ്ട് ഗോത്രങ്ങൾ എന്താ സംഭവിച്ചത്? മുന്നത്തെ ആരാണ് രണ്ട് അവർക്ക് ഗോത്രങ്ങൾ എന്താ സംഭവിച്ചത് നിങ്ങൾ പറയും. അതെന്ന് പറയും. എന്തായിരുന്നു അവര് എന്തായിരുന്നു നാട് അവരുടെ കടത്തി. എന്തിന് എന്തിന് അവര് ഇസ്ലാമിനെതിരെ ഒരുപാട് ശത്രുത ഇസ്ലാമിനെതിരെ കാണിച്ച്. ഏത് ശത്രുക്കളെ? നിങ്ങൾ ശത്രുക്കൾ എവിടുന്ന് ചരിത്രം അതായത് പഠിച്ചത് നിങ്ങള്? ഇസ്ലാമിലുള്ള ഓരോ ചിലപ്പോ സ്ത്രീകളെ അവഹേളിക്കുക അല്ലെങ്കിൽ അവരെ കൊന്നു എന്താ കളഞ്ഞവരെ സംഭവം? നിങ്ങൾ ചെയ്താണ്. പറയും, ഫസ്റ്റത്തെ കേസ് പറയും, നമുക്ക് നോക്കാലോ. അതായത് ഫസ്റ്റത്തെ കേസ് നിങ്ങൾക്ക് അറിയോ? ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കവിതകളിലൂടെ ഒരു അനാവശ്യം വിളിച്ച് പറഞ്ഞിരുന്നു. എഴുതിയാല് അനാവശ്യം വിളിച്ച് ആ സമൂഹത്തിൽ പാടി നടന്നിരുന്നു. അതിന്റെ ആര് പുറമെ അവര് ആര് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യഹൂദ ഗോത്രങ്ങൾ. എന്താണ് നിങ്ങൾ പറയും? യഹൂദ ഗോത്രങ്ങൾ ഒരു ജനതയുടെ വീടും കൂടും കുടുക്കയും കുട്ടികളെയും മുഴുവൻ അവരെയും കൊല്ലാനല്ല തീരുമാനിച്ച. പിന്നെ അവര് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില അറബ് ഗോത്രങ്ങളുടെ ഇടപെടൽ കൊണ്ടല്ലേ ഒന്നുമല്ല. രക്ഷപ്പെട്ടു പോകാൻ അത് പറ്റിയത്. നബിന്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം അവരവിടുന്ന് നാട് നിങ്ങൾ കടത്തി. ഈ പക്ഷെ ചരിത്രങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട. ഈ രണ്ട് ഗോത്രങ്ങളോട് ചെയ്ത സമീപനല്ല ബനൂ ഖുറൈളയോട് ചെയ്തത്. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? ആ വിധി ആരാ വിധിച്ചത്? ആ സമയം ആയപ്പോഴത്തേക്ക് മുഹമ്മദ് കുറച്ചുകൂടി ശക്തനായിരുന്നു. ഒരിക്കലും അല്ല. അത്രേ ഉള്ളൂ. അവിടെ വിധിച്ചത് അവരുടെ വേദഗ്രന്ഥ പ്രകാരം, യഹൂദ വേദഗ്രന്ഥമായിട്ടുള്ള തോറ പ്രകാരമാണ് അവിടെ നിയമം വിധിച്ചത്. അവര് പറഞ്ഞത് എന്താ അറിയോ? ഒരു മിനിറ്റ്. തോറ പ്രകാരം വിധിക്കാൻ വന്ന ആളാണോ മുഹമ്മദ്? പക്ഷെ ആ കരാറിൽ എഴുതിയതാണ്. മുഹമ്മദ് വിധിച്ചതല്ല. അത് കരാറില് ഈ മദീന കരാറിലുള്ള സംഗതിയാണ്. എന്ത്? ഈ അതായത് അവരുടെ കരാർ വായിച്ചിട്ടില്ലല്ലോ. ഞാൻ വായിച്ചാണ്. പക്ഷെ നമ്മള് ഫുള്ള് കറക്റ്റ് മനപ്പാടാക്കിയിട്ടില്ല. നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ എടുത്ത് വായിക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് കരാർ ലംഘനം, അതിന് എന്ത് ശിക്ഷ നടപ്പിലാക്കും, എന്താണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മദീന കരാറിലുള്ളത്? എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്? അവിടുത്തെ ഗൃഹ്യരോമം മുളച്ച മുഴുവൻ ആണുങ്ങളെയും കൊന്നിട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് അവരുടെ കുട്ടികളെ സ്ത്രീകളെ അടിമകളാക്കി പിടിക്കാനും മാത്രമുള്ള എന്ത് പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്? പറയുക. അവിടെ ആരത് വിധി കൽപ്പിച്ചു അന്ന് പറയും. അത് നിങ്ങൾക്ക് അറിയോ ഇതിനെ കഥ? ഞാൻ പറയാം. പറയൂ. സഅദ് ബിൻ മുആദ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ കീഴിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് മുആദ് ഹൈബറിൽ ഖന്തക്ക് യുദ്ധത്തിൽ പരിക്ക് പറ്റിയിട്ട് തിരിച്ചു പോയിരുന്നു. അത് നിങ്ങൾക്ക് അറിയോ? ഖന്തക്ക് യുദ്ധത്തിലേ പരിക്കും പറ്റിയിട്ടേ അങ്ങോട്ട് തിരിച്ചു പോയിരുന്നു. അത് നിങ്ങൾക്ക് അറിയോ? ആ പരിക്ക് പറ്റിയ സമയത്ത് സഅദ് ബിൻ മുആദ് പ്രാർത്ഥിച്ചത് എന്താ നിങ്ങൾക്ക് അറിയോ?
എന്ത് പ്രാർത്ഥിച്ചു? നിങ്ങൾക്ക് അറിയോ? പറയ്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. പറഞ്ഞോളി. ഈ ബനു കുറേളക്കാരെ മുഴുവൻ ഇല്ലാതാക്കുന്നത് വരെ എന്റെ ആയുസ് നീട്ടിത്തരണേന്ന്. പക്ഷെ അവിടെ അതല്ല. ആ സാദിബിന് മുആദിനെ തന്നെ നബി ആ ആളയച്ചു സ വരുത്തിയില്ലേ? ആ സഅദ് മുആദിനെ കൊണ്ടല്ല, ഒരിക്കലല്ല. ആ സാദിബിന് മുആദിനെ മുഹമ്മദ് നബി ആളയച്ചു വരുത്തിയോ? പക്ഷെ അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. ഇനി അതായത് നിങ്ങൾ ഈ ഇതൊക്കെ ബനു കഴിഞ്ഞിട്ട് ഖുറൈളയില് ഇവരെ പിടിക്കാനും വേണ്ടി ഒരു ചെന്ന് ന്യായവും ഇല്ല നിങ്ങൾക്ക്. അവിടെ ഇവരെ ഉപരോധിക്കാനും വേണ്ടി ചെന്ന സമയത്ത് തന്നെ അവിടെ പല ഒരു മുസ്ലിമിനെ മേത്തുകൂടെ കല്ലുരുട്ടിട്ട് വരെ ചെയ്താക്കിയാണ്. ഏത് കഥയാണ് പറയണത്? എന്ത് കഥ? ഈ എന്തൊക്കെ ബനു കഥകൾ ഖുറൈളത്തെ കാര്യം തന്നെയാണ് എന്ത് പറയുന്നത്. കഥകൾ പറയണേ? ആ മുഹമ്മദ് നബി ഇത് ബനു നളീറിന്റെ ആണോ എന്നാണ് എന്റെ ഓർമ്മ. ബനു നളീറാണോ കൈനുക്കാവാണോ അല്ല. അവരുടെ അടുത്ത് ഈ ഒരു പ്രശ്നം, ആ സ്ത്രീനെ അപമാനിച്ചു എന്ന് പറയുന്ന പ്രശ്നം ചോദ്യം ചെയ്യാം, അതിനെക്കുറിച്ചുള്ള തർക്കം, പിന്നെ അങ്ങോട്ടും അടിയായി, ഒരാൾ മരിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്ന മുഹമ്മദ് നബിന്റെ മുകളിലേക്ക് കല്ല് കോട്ടന്റെ മുകളിൽ മുഹമ്മദ് നബിന്റെ മേൽക്കല്ല, ഉം ഒപ്പമുള്ള സാബിന്റെ മേൽക്കല്ലേ. മുഹമ്മദ് നബിന്റെ മേലേക്ക് കല്ല് ഇടാൻ വേണ്ടിയിട്ട് അവർ ഗൂഢാലോചന നടത്തി എന്ന് ജിബിരിയിൽ നബിക്ക് അറിവ് കൊടുത്തു. ഇപ്പൊ നബി ഇറങ്ങിപ്പോയി എന്നാണ് കഥ. ഇതൊക്കെ ആർക്കും പറഞ്ഞൂടെ? ഇപ്പൊ നിങ്ങൾ ഇന്നെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വീട്ടിലുള്ളവരൊക്കെ കയറി വെട്ടാൻ തുടങ്ങി. എവിടെ ചെന്ന് നിൽക്കൂത്? ഇതിലെന്ത്? ഞാൻ ചോദിക്കുന്നത് എന്ത്? മുഹമ്മദ് നബി അതായത് ഇതിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? വിധി കൽപ്പിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. കാരണം സഅദ് ബിൻ മുആദക്ക് ബനു ഖുറൈളയെ ഇല്ലാതാക്കണം എന്നതിന് കൃത്യമായ ആഗ്രഹം. ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് കേൾക്കും. ഒക്കെ നിങ്ങൾ പറഞ്ഞ കേൾക്കണം എന്നാണ് നടക്കും. അല്ല, നിങ്ങൾ എന്തേലും പറഞ്ഞിട്ട് കാര്യമല്ലോ. അല്ല, എന്തേലും പറയല്ല. ഈ സഅദ് ബിൻ മുആദ് ബനു ഖുറൈളയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു ആദ്യം. അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, യഹൂദികളോട് ചോദിച്ച് ആരാണ് നിങ്ങൾക്ക് വിധി പറയേണ്ടത് ചോദിച്ചാൽ ഞങ്ങൾ സഅദ് ബിൻ മുആദ് വിധി പറഞ്ഞാൽ മതി. അവര് പറഞ്ഞത് കൊണ്ടാണ് മുആദ് വിധി കൽപ്പിച്ചാൽ മതി എന്ന് അവരാവശ്യപ്പെട്ടത്. നിങ്ങൾ ഒരു തെളിവ് എനിക്ക് തന്നാ അവരാവശ്യപ്പെട്ട തെളിവുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുമ്പോ അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ഉണ്ടാവുന്ന കരുതിയിട്ടാണ്. ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അതായത് സഅദ് ബിൻ മുആദയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ജൂതന്മാർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഭാഗങ്ങൾ പറഞ്ഞു തന്നാ മതി. നിങ്ങളത് എവിടെ വായിച്ചിക്കണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല. വായിച്ചോളെ. പുസ്തകം ഏതാന്ന് പറയണേ. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. നെറ്റിൽ വല്ല മൂല്യന്മാര് എഴുതിയത് പോരാട്ടോ, ഗ്രന്ഥത്തുനിന്ന് വേണേ. സമയം എടുക്കും, അതാണ് പ്രശ്നം. സമയമൊക്കെ എടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. സമയം നമ്മളത്തുള്ളതല്ലേ. അത് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങൾ പഠിക്കാനാണല്ലോ, അപ്പൊ പിന്നെ നമ്മള് സമയം എടുത്താലും എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. സയദിന്റെ മധ്യസ്ഥം ഞങ്ങൾക്ക് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ
409 പേജ് ഞാൻ വായിച്ചു തരാം. പറഞ്ഞോളി. ആരോടാ ചോദിച്ചതെന്നുള്ളത് കേട്ടോ. ഔസ് ഗോത്രത്തിലെ ഒരു സംഘം പ്രവാചകനെ സമീപിച്ച് പറഞ്ഞു, തിരുദൂതരെ, ഖസ്റജ് ഗോത്രത്തിന്റെ സഖ്യകക്ഷികളുടെ ഒരാവശ്യം സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ സഖ്യകക്ഷിയിൽ നിന്ന് സ്വീകരിക്കുകയില്ലേ? ഔസ് ഗോത്രമേ, അപ്പൊ കേട്ടോട്ടോ, ഔസ് ഗോത്രമേ, എനിക്കും നിങ്ങളുടെ സഖ്യകക്ഷികൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? പ്രവാചകൻ ചോദിച്ചു. അവർ അത് സമ്മതിച്ചു. മനസ്സിലായോ? അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ മധ്യസ്ഥനായി തെരഞ്ഞെടുത്തു കൊള്ളാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. കാത്തിരിക്കുന്ന ദുർവിധി അള്ളാഹുവിന്റെ ഓർക്കാതെ അവർ തെരഞ്ഞെടുത്തത് ദുർവിധി ഓർക്കാതെ അവർ തെരഞ്ഞെടുത്തത് സഅദ് ബിൻ മുആദിനെ ആയിരുന്നു. ആര് തെരഞ്ഞെടുത്തത്? ഔസ് ഗോത്രം. ബനൂ ഖുറൈളല്ല. എന്താണ് എന്താണ് ദുർവിധി? എന്താണ് ദുർവിധി? കിടങ്ങുകൾ കുഴിച്ചിട്ട് ആ യുദ്ധത്തിനിടയില് എന്താ പറയാ, പരിക്ക് പറ്റി പോകുന്നതിനിടയില് ഈ പറഞ്ഞ ചങ്ങാതിയുടെ പ്രതിജ്ഞ ഉണ്ട്, ബനൂ ഖുറൈളയുടെ അവസാനം കാണുന്നത് വരെ എന്റെ ആയുസ് നീട്ടി തരണേ എന്നുള്ളത്. അത് മുഹമ്മദ് നബിക്ക് അറിയാം. മനസ്സിലായോ? പക്ഷെ അവരവിടെ ഇതിപ്പോ നിങ്ങൾ പറയണേ കറക്റ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഏതെങ്കിലും എവിടുന്നെങ്കിലും എടുത്ത് വായിക്കല്ലേ? കൂടുതൽ ചരിത്രം ഏതിലാ രേഖപ്പെട്ടണ്? ബനൂ ഖുറൈള അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണല്ലോ. ബനൂ ഖുറൈള ആവശ്യപ്പെട്ടതല്ല, അതല്ലേ പറഞ്ഞത്. ഇത് ബനൂ ഖുറൈള ആവശ്യപ്പെട്ടതാണ്. ബനൂ ഖുറൈള ആവശ്യപ്പെട്ടതല്ലെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. അത് ആരെങ്കിലും എഴുതി വെച്ച് നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഏതിലാ പറയണത്? ഏത് ഹദീസിലാണെന്ന്? ഏത് ഹദീസല്ല ഞങ്ങൾക്ക് വായിച്ചു തന്നത്? ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകമാണ്. ഹദീസ് റെഫറൻസ് ആണല്ലോ. മുഹമ്മദ്, നിങ്ങൾ റെഫറൻസ് എടുക്ക്, നിങ്ങൾ എടുത്തോളി, ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ എന്റെ കയ്യിലുള്ള ഒരു പുസ്തകം ഇപ്പൊ മറിച്ച് നിങ്ങൾക്ക് വായിച്ചു തന്നോളേ, ഞാൻ കാത്തിരിക്കല്ലേ. നമുക്ക് നേരക്കൊന്ന് അതിനെ പറ്റി നോക്കണം. കാരണം ഇതില് പറയണത് സഹീഹ് ബുഖാരിയിലൊക്കെ ഉള്ളത് ബനൂ ഖുറൈളക്കാർ സഅദ് ബിൻ മുആദിന്റെ വിധി അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ബനൂ ഖുറൈളക്കാരുടെ മുന്നില് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ബനൂ ഖുറൈളക്കാരാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. സഅദ് ബിൻ മുആദ മാന്യമായ രീതിയിൽ, അതായത് ഇതിനു മുൻപ് ബനൂ നളീറിനോടൊക്കെ കാണിച്ചതുപോലത്തെ ഒരു കാരുണ്യം, അതായത് ജീവനെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് അവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ച് ജീവനെങ്കിലും കൊണ്ട് അവരെ പോകാൻ സമ്മതിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിനു മുൻപ് അവിടെ നടപ്പിലാക്കാൻ പോകുന്ന വിധി എന്താണ് എന്ന് കഴുത്തിൽ ആംഗ്യം കാണിച്ചിട്ട് അവർക്ക് സൂചന കൊടുക്കുന്നുണ്ട്. അതായത് വിധി പറയുന്നതിന് മുൻപ് ഇത് പറയാൻ പോകുന്നത് എന്താണ് എന്ന് അവിടെയുള്ള ആളുകൾക്ക് വേറെ ആള് സൂചന കൊടുക്കുന്നുണ്ട്, കഴുത്തിലേക്ക് ഇങ്ങനെ വിരൽ വെച്ച് കാണിച്ചിട്ട്. ആരാ കാണിക്കണത്? പേര് എനിക്ക് ഓർമ്മയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല്ലോ കാണിക്കണത്. നബി അല്ലാന്ന്. നബിയുടെ ഉദ്ദേശം ഇതാണ് ഇവർക്ക് വിധിക്കാൻ പോകുന്നത് എന്ന് അവര് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയണത് ഇത് ദൈവിക വിധിയാണെന്ന്. കാരണം എന്താ വെച്ചാല് ദൈവിക വിധിയാണ് എന്ന് ഇപ്പൊ മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ഖുറാനിലില്ലേ? അതെ, അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇത് വിധിക്കുന്നത്. ഒരു പക്ഷെ അവരെ നാട് കടത്താൻ സാധ്യതയുള്ളൂ. നിങ്ങൾ പറയുന്നത് ഒരു ഗോത്രത്തിലെ മനുഷ്യർ, ആ ഗോത്രത്തിലെ പുരുഷ ലക്ഷണം കാണിച്ച മുഴുവൻ മനുഷ്യരെയും കുറച്ച് ആളുകൾ നിന്നിട്ട് കുറച്ച് ആളുകൾ നിന്നിട്ട്
തലയറുത്തൊരു കൊക്കയിലേക്ക് ഇങ്ങനെ എറിയ. അത് അങ്ങനെ ഒന്നും ചരിത്രം ഓടിയില്ലാകട്ടെ. പിന്നെ എന്ത് ചെയ്ത പോലെ ചരിത്രത്തില് അതായത് യുക്തിക്ക് ബോധിക്കണ രീതിയിൽ പറയണത് എന്താ വെച്ചാല്, അതായത് ഒരാള് വധിക്കണത്, മുഹമ്മദ് നബി ചെയ്തു കൂട്ടിയതൊന്നും. ഒരാളെ വധിക്കുമ്പോ അയാളെ മുന്നിൽ, ഇപ്പൊ ഒരാളെ വധിക്കാണ്, അയാളെ വധിക്കുകയാണെങ്കിൽ മറ്റുള്ള തടവുകാരെ മുന്നിൽ നിന്നല്ല വധിച്ചിട്ടുള്ളത്. ഏറിപ്പോയാല് 16 17 ആളെ വധിച്ചിട്ടുള്ളൂ. അതില് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്ത ആളുകൾ പറയാൻ ശ്രമിച്ചത്. എന്നിട്ട് എന്തായി? അത് വിശുദ്ധ ഖുർആന്റെ ആയത്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുണ്ട്. അതായത് കുറച്ചാളുകളെ തടവിലാക്കി കുറച്ചാളുകളെ കൊന്നു എന്ന് പറയുന്നുണ്ട്. എത്ര ആളുകളെ? കുറച്ചാളുകൾ എന്നാ പറയണുള്ളൂ അതില്. അപ്പൊ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടു എന്നാ പറഞ്ഞത്. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ സഹീഹായ ഹദീസിന്ന് ഞങ്ങൾക്ക് അബൂദാവൂദിന്റെ 4404 4405 നിങ്ങൾക്ക് വായിച്ച പുള്ളിക്ക് വായിച്ചു കൊടുത്തില്ലേ? നിങ്ങൾ കേട്ടില്ലേ? അതെങ്കിലും നിങ്ങളൊന്ന് വായിക്കണ്ടേ? സുഹൃത്ത്, ഒരാള് ഇപ്പൊ ഇസ്ലാമിന്റെ ഇതിൽ എന്താ വെച്ചാല്, ഒരാള് കീഴടങ്ങി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാപ്പ് കൊടുത്തു കഴിഞ്ഞാല് അവിടെ പിന്നെ അയാൾക്ക് മാപ്പ് കൊടുക്കാന്നുള്ളതാണ്. എന്താണ് അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്? ഇപ്പം ഇസ്ലാമിന്റെ വിധി പ്രകാരം ഞാൻ പറയട്ടെ, ഇവർക്കെതിരെ ആരോപിക്കുന്ന കുറ്റം എന്താണ്? ഇസ്ലാമിക വിധി പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഒരാള് ഞാൻ പ്രവൃത്തി ചെയ്യൂലാറിന് അവിടെ മാപ്പ് പറയുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കണം. എന്ത് ചെയ്യൂലെന്നാണ് ഒരു മാപ്പ് പറയേണ്ടത്? ഇനി രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യൂല, അതിൽ ഏർപ്പെടൂലെന്ന് മാപ്പ് പറഞ്ഞാൽ. എന്ത് രാജ്യദ്രോഹം? ഏത് രാജ്യം? അതായത് ശത്രുക്കൾക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഏത് ശത്രുക്കൾക്ക്? കണ്ടത്തി യുദ്ധത്തില് ബനു ഖുറൈദ ഗോത്രക്കാര് ശത്രുക്കൾക്ക് സഹായം ചെയ്തു. അവരെ അതായത് ഇതിന്റെ മുന്നിൽ പോയ 2 ഗോത്രക്കാരും കൂടി മക്കത്തെ കുറച്ച് ആളുകളും കൂട്ടിയിട്ട് ഒരു സംഘമായിട്ട് വന്നു. അപ്പൊ ഇവർക്ക് എന്താ വെച്ചാൽ ഇത് ഈ യുദ്ധത്തിൽ വിജയിക്കും എന്നുള്ള ഒരു ബോധ്യം വന്ന്. അപ്പൊ ഈ ബനൂ ഖുറൈളയും കൂടി അതിൽ സഹായം ചെയ്തു. കാരണം എന്താ വെച്ചാല് ഇസ്ലാമിനെ എങ്ങനെങ്കിലും മദീനയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ഇസ്ലാം വളരുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറയണത് ബനൂ ഖുറൈള ഇനി ഇൻ കേസ് അവരോട് സഖ്യം, അതായത് അങ്ങനെ ഒരു അക്രമം വരുന്ന സമയത്ത് അവർ സഖ്യത്തിന് ചേർന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ആ യുദ്ധ സഖ്യത്തിൽ ബനൂ ഖുറൈള ഇല്ല. ഒന്നാമത്തെ കാര്യം. പറയട്ടെ, ബനൂ ഖുറൈള ആ സഖ്യത്തിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം, അതായത് ഈ യുദ്ധ സഖ്യത്തിൽ ഇല്ല. പറയട്ടെ ഞാന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവർ ഇൻ കേസ് അവര് യുദ്ധത്തിൽ സഖ്യം ചേർന്നാൽ പോലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത്തെ സഖ്യത്തിൽ അവരില്ല. സഖ്യത്തിൽ ചേർന്നാൽ പോലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ സഹോദര ഗോത്രങ്ങളായിട്ടുള്ള ബനൂ നളീറിനോടും ബനൂ കൈനുകായിനോടും മുഹമ്മദ് കാണിച്ചത് കൊടിയ അക്രമവും അനീതിയുമാണ്. അങ്ങനെ 2 ഗോത്രത്തിനോട് മാത്രം കാണിച്ചിട്ട് ഇവരെ മാത്രം ഇവിടെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിന്. മനസ്സിലായില്ല? അങ്ങനെ കാണിക്കാണ്ട് ഈ 3 ഗോത്രത്തിനോട് കാണിക്കായിരുന്നു. അന്ന് തന്നെ കാണിക്കായിരുന്നല്ലോ. ഒരൊറ്റ ടൈമിലല്ല, ഈ 3 ഗോത്രങ്ങളും സെപ്പറേറ്റ് ടൈമിലാണ് പോയത്. ആദ്യം ഒരു ഗോത്രം പോയി, പിന്നീട് വീണ്ടും മറ്റേ ഗോത്രം വീണ്ടും ഇസ്ലാമിനെതിരായ ശത്രുത പുലർത്തുകയും അവിടെ നടന്നത് എന്താന്ന് തന്നെ പറയാൻ കഴിയില്ല. അത്രക്കും അനാവശ്യമായിട്ട് അതിന്റെ ഒരു പാരമിത ഘട്ടത്തിലാണ് ഇവരെ തുരത്തുന്നത് അവിടുന്ന്. അങ്ങനെ ഓരോ ഗോത്രങ്ങളും ഒഴിവാക്കുമ്പോ എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതന്മാരോട് വ്യക്തമായ വിരോധം ഈ 3 പറഞ്ഞേക്കുന്നല്ലോ. എന്തുകൊണ്ട് ഓരോന്നോരോന്ന് പോയി? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്ക ഓരോരുത്തര്, അതായത് ഓരോ ഗോത്രങ്ങളും ശത്രുത കാണിച്ചുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, മദീനയുടെ പിന്നെ മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു രാജ്യത്തിന് അടുത്ത് താമസിക്കുന്ന മനുഷ്യർ അവർക്ക് വേറെ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ലേ? ഈ മുഹമ്മദിന്റെ അവകാശത്തിന് പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിൽ ഇന്ന് കേരളത്തിൽ പല മതങ്ങളും ഒന്നിച്ചാണ് കഴിയണത്. മുസ്ലിങ്ങൾ കരുതാണ്, ഇപ്പൊ ഇന്ന് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ കരുതാണ് ഞങ്ങൾ ഹിന്ദുക്കളെ മൊത്തം ആട്ടി ഓടിക്കാണ്, ഇവിടെ നടക്കൂലാണ്ട് ഇറങ്ങിയാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആരാട്ടി ഓടിക്കാൻ ഇറങ്ങിയത് നിങ്ങൾ പറയും? അത് അവർക്ക് ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കള്, നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ ബനൂ ഖുറൈള ഇപ്പൊ ഹിന്ദുക്കളാണ് കരുതുക, ഇവിടെ മുസ്ലിങ്ങള് മുഹമ്മദിന്റെ ആൾക്കാരും. അങ്ങനെ ഈ ഹിന്ദുക്കള് വന്ന് കൃത്യമായിട്ട് പറയും, ഹിന്ദുസ് വന്ന് കണ്ട്
ഈ ഓരോരുത്തരെ അല്ലെങ്കിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയും ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. ഉം. അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ എന്ത് സംഭവമാണ് മുഹമ്മദിന്റെ ഇസ്ലാമിനെതിരെ മദീനയിലെ ഈ 3 ഗോത്രങ്ങൾ ചെയ്തത്? അതല്ല അങ്ങോട്ട് ചോദിക്കണേ. അവിടെ ഞാൻ ആദ്യ പറഞ്ഞല്ലോ ഒരു ഗോത്രത്തിനെതിരെ ഒരു മിനിറ്റ്, ഒരു ആദ്യ സ്ത്രീയെ ഗോത്രത്തിനെതിരെ കൊല ചെയ്തെന്ന് പറഞ്ഞല്ലോ. സ്ത്രീയെ ആദ്യ മാത്രമല്ല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയൂ, ഒരെണ്ണം പറയും. ആദ്യ ഞാൻ ജൂത ഗോത്രത്തിൽ ഒരു സംഭവം ആദ്യം ഉണ്ടാവുമല്ലോ. ആദ്യം ഉണ്ടായ അതെ. സംഭവം എന്താണ് നിങ്ങൾ പറയും? അപ്പൊ ഈ ചരിത്രത്തില് ഇത് നമുക്ക് നേരെ പരിചാലത് കിട്ടുള്ളൂ. നമ്മൾ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ എങ്ങനെ വേണമെങ്കിലും മനസ്സിലാവില്ല. പരതിക്കോളി, നമ്മൾ ഇതൊന്നും പരതാത്ത ആൾക്കാരല്ലല്ലോ. കാരണം ഒരു സംഗതി ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവില്ല. ഒരു കാരണമില്ലാതെ ഒരാള് തമ്മിൽ ഒരു വൈരാഗ്യം ഉണ്ടാവില്ലല്ലോ. കാരണവും ഇല്ലാതെ ഉണ്ടായ യുദ്ധങ്ങളാണ്. ഇപ്പൊ ഉണ്ടാവൂല. ഒന്നാമത്തെ യുദ്ധം ബദറിന്റെ കാരണം എന്തായിരുന്നു? ബദറിന്റെ കാരണം എന്ത് ചെയ്യുന്നു? എന്തായിരുന്നു നിങ്ങൾ പറയും? അതായത് ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണ്. ആരാണ് ആദ്യമായിട്ട് പിന്നെ പടപ്പുറപ്പാട് നടത്തിയത്? പടപ്പുറപ്പാട് നടത്തിയത് അവരാണ്. ഏത് സമയത്ത്? മക്കക്കാര്. എപ്പോ? അവര് പടപ്പുറപ്പാട് നടത്തി എന്ന് മുഹമ്മദ് നബി അറിഞ്ഞതിന് ശേഷാണോ 313 ആളുകൊണ്ട് മുഹമ്മദ് നബി പോയത്? അള്ളാഹുവിന്റെ കൈ വെച്ചിട്ട് നബിക്ക് അറിയിച്ചു കൊടുത്ത് അവരിറങ്ങിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബദർ നടക്കണത്. അപ്പോഴാണോ 313 ആൾക്കാരെയും അണിനിരത്തി മുഹമ്മദ് നബി ബദറിലേക്ക് യാത്ര പോയത്? അള്ളാഹ് അറിയിച്ചതിന്റെ ശേഷം അതായത് അബൂജഹലിന്റെ സംഘം അവിടുന്ന് മുഹമ്മദ് നബിയെ തീർക്കാൻ വേണ്ടി പിന്നെ കച്ചകെട്ടി യുദ്ധസന്നാഹവുമായിട്ട് വരുന്നു എന്ന വിവരം മുഹമ്മദ് നബിനെ ഒരുങ്ങുന്നുണ്ട്. ഇസ്ലാമിനെതിരെ ഒരുങ്ങുന്നുണ്ട്. അതിന് രണ്ട് വിഭാഗം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മളെ ഒരു കച്ചവട സംഘം. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയേ. അബൂജഹലിന്റെ 1000-ഓളം വരുന്ന സംഘം മുഹമ്മദ് നബിയെ മദീനയിലും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി അവിടുന്ന് പടപ്പുറപ്പാട് നടത്തിയതിനു ശേഷമാണോ മുഹമ്മദ് നബിയും സംഘവും ഇവിടെ 313 ആൾക്കാരെ അണിനിരത്തിയിട്ട് ഒരുങ്ങി തയ്യാറായത് എന്നാ ചോദിച്ചത്? അതെ, അതായത് ഇത് രണ്ട് കാര്യം ആണോ അല്ലേ എന്ന് നിങ്ങൾ വിശദീകരിച്ചോളൂ. ആണ്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയ രണ്ട് കാര്യം. ഒന്നില്ലെങ്കിൽ നബിയുടെ മനസ്സിലാക്കലല്ല ഞാൻ ചോദിച്ചത്, ഖുറൈശികളുടെ ആക്ഷൻ ആണ് ചോദിച്ചത്. നബിയുടെ മനസ്സിലാക്കലിന് പ്രാധാന്യമില്ല. പിന്നെ നബിയുടെ മനസ്സിലാക്കലിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം മുഹമ്മദ് നബി മക്കയിൽ ഇരിക്കുമ്പോ മുഹമ്മദ് നബി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരും എന്ന്. അത് അള്ളാഹ് അറിയിക്കുന്ന കാര്യമാണ്. ഒരു ജനതയുടെ മേൽ കൂട്ടക്കൊല കൊണ്ടുവരുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണ് അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത്. ഇതാണ് നിങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പിന്നെ എന്താ പറയാ ഈ മക്കാരായിട്ടുള്ള ബൗദ്ധ വിശ്വാസികളെതിരെ ഈ ഒരു 313 ആൾക്കാരായിട്ട് യുദ്ധത്തിനിറങ്ങാൻ എവിടുന്ന ധൈര്യം കിട്ടുന്നത്? എന്തിനാണ് മക്കാരായിട്ടുള്ള മുശ്രിക്കുകൾക്കെതിരെ 313 പേർക്കെതിരെ അല്ല മുഹമ്മദ് നബി മക്ക ഖുറൈശികളുടെ പടക്കെതിരെ അല്ല മുഹമ്മദ് നബി 313 ആളെ അണിനിരത്തിയത്. 20 പേരോ 30 പേര് താഴെയുള്ള ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനാണ്. സുഹൃത്ത്, ബാലിശമായ വർത്തമാനം ചരിത്രത്തിലുള്ളതല്ലേ? ആ കാര്യം പറഞ്ഞുതരാം. ആ കച്ചവട സംഘം ഉണ്ടല്ലോ, ആ കച്ചവട സംഘത്തിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കച്ചവട സംഘം, അയാളെ പേര് മറന്ന് അബു സുഫിയാന്റെ കച്ചവട സംഘം ആ മക്കത്തുള്ള ഓരോ കുടുംബത്തിനും അതിൽ പങ്കുണ്ട്. മക്കത്തുള്ള ഓരോ കുടുംബത്തിനും പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ മുഹമ്മദ് നബി കച്ചവടത്തിന് പോയിട്ടില്ലേ? അതെ. മക്കാരുടെ വരുമാന മാർഗം എന്തായിരുന്നു? വ്യാപാരം തന്നെ അല്ലേ? അപ്പൊ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള കച്ചവടത്തിന് ഒരു സംഘം അവിടുന്ന് പോകുമ്പോ, പഴയ കാലത്ത് ഇത്തരം ദീർഘദൂര ഷാമിലേക്കൊക്കെയുള്ള കച്ചവട സംഘങ്ങൾ പോകുമ്പോ അവരവരുടെ കയ്യിലുള്ള കച്ചവട മുതലുകൾ അതിൽ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുകയും ആ കച്ചവടത്തിൽ എല്ലാവരും പങ്കാളികളാവും ചെയ്യും. കാരണം എല്ലാവർക്കും ജീവിക്കണ്ടേ? സ്വാഭാവികല്ലേ? അതിലെന്തെങ്കിലും പ്രശ്നം കാണുന്നത്? പക്ഷെ വേറൊന്നുണ്ട്, ഇത്രയും വലിയൊരു കച്ചവട സംഘം പോകുമ്പോ വെറുതെ കയ്യും വീശി പോവില്ലല്ലോ ഒരാളും. ഇല്ല, പോവില്ല. അവിടെ അവർക്ക് വ്യക്തമായ സൈനിക ആളുകൾ ഉണ്ടാവും, അല്ലാതെ വെറുതെ കയ്യും വീശി. അതായത് ഇങ്ങനെ ഒരു കച്ചവട സംഘം പോകുമ്പോ, അങ്ങനെ ഒരു കച്ചവട സംഘം പുതുതായിട്ട് മുഹമ്മദ് മദീനയിലേക്ക് പോയപ്പോ ആദ്യമായിട്ട് മക്കയിൽ നിന്ന് പോയതല്ലല്ലോ. മുഹമ്മദ് നബി 14 വയസ്സിൽ അബൂ താലിബിന്റെ കൂടെ കച്ചവട സംഘത്തിന്റെ കൂടെ പോയിട്ടില്ലേ? പോയിക്കണ്. വലിയ അബൂ സുഫിയാന്റെ കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ ആ മക്കത്തുള്ള എല്ലാ കുടുംബത്തിനും പങ്കുള്ള ഒരു കച്ചവടം മുതലേ അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് എവിടുന്ന്, ഇതല്ല നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
ആ കച്ചവട സംഘത്തിൽ അതില് സാധാരണഗതിയിൽ, അതായത് ചെറിയ ചെറിയ കച്ചവട സംഘങ്ങൾ ഉണ്ടാവും, വലിയ ഇത് മുതലുകളുമായിട്ട് പോകുന്ന അബൂ കച്ചവടം ഉണ്ടാവും. സുഫിയാന്റെ ഏറ്റവും വലിയ കച്ചവട സംഘമായിരുന്നു. ആ ബദറിൽ പോയത്. ആ അപ്പം അതിന്റെ മുമ്പ് മുഹമ്മദ് നബി കൊള്ളയടിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയപ്പോ ചെറുതായിരുന്നില്ല. അപ്പൊ അതെന്തിനാ പോയത്? എങ്ങനെ ചെറുത്? ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പ് കിട്ടി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എന്തറിയിപ്പ്? ഈ ശത്രുക്കള് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് എന്തിന്? കിട്ടി. അപ്പൊ അതിനുള്ള എന്തിന്? പ്രതികരണം എന്നുള്ള നിലക്ക് ഏത് നബി സല്ലല്ലാഹു ശത്രുക്കൾ അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. എന്തിനൊരുങ്ങിയെന്ന അറിയിപ്പ്? ആരുടെ അറിയിപ്പ്? യുദ്ധം എന്നുള്ളത് തന്നെയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് കച്ചവട സംഘം ആയിരിക്കും എന്നായിരുന്നു. അങ്ങനെ മനസ്സിലാക്കാലോ. എങ്ങനെ അതുകൊണ്ടല്ല അങ്ങോട്ട് മനസ്സിലായില്ല? കച്ചവട സംഘം ആയിരിക്കും ഈ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ രീതിയിൽ വായിക്കാൻ എളുപ്പത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്ന പുസ്തകമാണ്. എന്നാലും തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ ഇപ്പോഴും മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ സുന്നി ബുക്ക് സ്റ്റാളുകളിലൊക്കെ സുന്നി പാരമ്പര്യത്തിലുള്ള ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥമുണ്ട്. ഏറ്റവും ചെറുതാണ് പുസ്തകം. നൂറുൽ യഖീൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 2 രീതിയിൽ കിട്ടും. ഒരു 250-300 പേജുള്ള ഒരു ഒറ്റ പുസ്തകമായിട്ട് കിട്ടും. 2 വോള്യമായിട്ട് അറബിയൊക്കെ ചേർത്തുള്ളതും കിട്ടും. ഞാൻ അതിന്റെ ചെറിയ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചു തരാം. യുദ്ധത്തിന്റെ തുടക്കം നിങ്ങൾ കേട്ടോട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഉം. ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി ഖുറൈശികൾ ഷാമിലേക്ക് കച്ചവട യാത്ര ചെയ്യുക പതിവായിരുന്നു. അത് മുഹമ്മദ് നബിനെ തകർക്കാനല്ല, അവർക്ക് ജീവിക്കാനാണ് കേട്ടോ, ഉപജീവനം നടത്താൻ. മുഹമ്മദ് നബി, മുഹമ്മദിന്റെ വാപ്പയും വല്യപ്പൊക്കെ അങ്ങനെ കച്ചവടത്തിന് പോയിരുന്നു. മുഹമ്മദ് നബിയുടെ വാപ്പ അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ മരിച്ചു എന്നാണ് കഥ, അല്ലേ? യാത്രാ സംഘത്തെ ഈർ എന്ന് വിളിച്ചിരുന്നു. മേൽനോട്ടത്തിനായി സമൂഹത്തിലെ പ്രമുഖരിൽ നേതാക്കന്മാരിൽ പെട്ട ധാരാളം ആളുകൾ അതിന്റെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്, കാരണം അതിനെ സംരക്ഷിക്കാൻ. റസൂലും അനുചരന്മാരും ഹിജറ ചെയ്തെത്തിയ പ്രദേശത്തുകൂടി വേണമായിരുന്നു അവർക്ക് ഷാമിലെത്താൻ. അങ്ങനെ അവരുടെ വ്യാപാര നിയമത്തിന് ഉപരോധം ഏർപ്പെടുത്താൻ നബി തീരുമാനിച്ചു എന്നാണ്. എന്തുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിച്ചു അത് നിങ്ങൾ മനസ്സിലാക്കി? എന്താണ്? എന്തുകൊണ്ട്? അതായത് മക്കയിൽ മക്ക നിന്ന് മുശ്രിക്കുകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി ക്ഷയിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കാൻ അതുവഴി സാധിക്കും. അത് സാമ്പത്തികമായിട്ട് ഇപ്പൊ നമ്മൾ അനിവാര്യമായി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അവർ പരാജയപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഏതാണ് അനിവാര്യമായി നടക്കാൻ പോകുന്ന യുദ്ധം? നിങ്ങൾക്കറിയോ? ബദറില് അല്ല, മക്കം ഫത്തഹ്. അതായത് മുഹമ്മദ് നബി മക്ക ആക്രമിച്ച് പിടിച്ചെടുക്കും എന്നത് മുഹമ്മദ് നബിയുടെ ആദ്യമേ ഉള്ള പ്ലാനാണ്. അത് മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഖുറൈശികളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കേട്ടോ, മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കാൻ അവർക്ക് എന്ത് ബാധ്യത? അതായത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് ഏതുവിധ ശത്രുത കാണിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ അനുയായികളെ നാട് കടത്തിയ? മക്കയിൽ ആദ്യത്തെ ചോര പൊടിഞ്ഞത് ഖുറൈശികൾ ഇങ്ങോട്ട് അടിച്ചിട്ടാണോ മുഹമ്മദ് അങ്ങോട്ട് അടിച്ചിട്ടാണോ? മക്കയിലോ? മക്കയില് ഖുറൈശികളെ ഇങ്ങോട്ട് അടിച്ച് ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. അല്ല, നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല. ബദറിൽ തുടങ്ങിയിട്ട് വേണം നിങ്ങളെ ഞാൻ വീണ്ടും ബനൂഖുറയിലേക്ക് കൊണ്ടുപോകുന്നത്. മുന്നേ പ്രയാസങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ. എന്തിനാ പ്രയാസപ്പെടുത്തിയത്? പറഞ്ഞുകൊണ്ടോ? ഏകദൈവ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ടോ? അല്ല, എവിടെ എപ്പോഴാ അതിന്റെ പേരിൽ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതുകൊണ്ടോ? അല്ല, പിന്നെ അല്ലാന്ന് ആണെങ്കിൽ നിങ്ങൾ പറയും, തെളിവ് നോക്കി. അങ്ങനെ തന്നെയാണ്. അല്ലെന്ന് തെളിവ് അള്ളാഹുവിനെ അറിയിക്കുക എന്നുള്ളത്. ആ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അത് വിശ്വാസത്തെ ആളുകൾക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക്. എവിടുന്ന് നിങ്ങൾക്ക് കഥ കിട്ടിയത്? മുഹമ്മദ് നബി അവിടെ ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തി, അവിടെ ആളുകളെല്ലാവരും ഇസ്ലാമിലേക്ക് ഒഴുകിയപ്പോ ഖുറൈശികൾക്ക് ശത്രുത ഉണ്ടായി, മുഹമ്മദിനെ കൈകാര്യം ചെയ്യാൻ പോലെ തീരുമാനിച്ചു എന്നാണ് നിങ്ങൾ പറയണത്? അതെ. 13 കൊല്ലത്തെ പ്രബോധനത്തിലൂടെ മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് ചേർന്ന ആളുകളുടെ എണ്ണം എത്രയെന്നോടെ? വളരെ കുറഞ്ഞ ആളുകൾ. പിന്നെ എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെടാതിരിക്കുക. കാരണം എന്താ വെച്ചാല് ഇവരെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു വിശ്വാസം കൊണ്ടല്ലോ വന്നത്. നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. നിങ്ങൾക്ക് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇന്നത്തെ യഹൂദികൾക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മക്കയിൽ മുഹമ്മദിന്റെ പ്രശ്നം എന്തായെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. മുഹമ്മദ് പഠിച്ച പണി 18 നോക്കിയിട്ടും അതിനകത്തേക്ക് ആളെ കിട്ടുന്നില്ല. മുഹമ്മദ് നബി ഘട്ടം ഘട്ടമായിട്ട് മുഹമ്മദിന്റെ ശബ്ദവും ഭാഷയും ശൈലിയും ഒക്കെ മാറി. മുഹമ്മദ് അവരുടെ ആരാധനാ ബിംബങ്ങളെ വരെ ചീത്ത വിളിച്ചു.
അതായത് അവർ ആരാധിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളോടാണെന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബി ജനിച്ചു വളർന്ന മക്കയിൽ മുഹമ്മദ് നബീനെ യതീമായ മുഹമ്മദ് നബീനെ എടുത്തു വളർത്തിയ വാപ്പയും വല്യപ്പയും മൂത്താപ്പയും ഒക്കെ വിശ്വസിച്ചിരുന്ന അവരുടെ ആ ഗോത്രത്തിന്റെ മുഴുവൻ ആരാധനകൾ നടന്നിരുന്ന ഒരു ആരാധനാലയത്തിലിരിക്കുന്ന അവരുടെ ആരാധനാമൂർത്തികളെ ചീത്ത വിളിച്ചും അവരുടെ ആരാധനകളെ അവഹേളിച്ചും ആക്ഷേപിച്ചും മുഹമ്മദ് നബി ആ വീട്ടിൽ അബൂ താലിബ് മുഹമ്മദ് ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുമ്പോഴും അബൂ താലിബ് മുഹമ്മദിനെ ഒരു പേരക്കുട്ടി എന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുക ചെയ്തത്. അബൂ ഉബൈദത്തുൽ ജറാഹ് മുഹമ്മദ് നബീനെ അയാളുടെ വാപ്പ മുഹമ്മദ് നബീനെ വെല്ലുവിളിച്ചപ്പം മുസ്ലിമായ അബൂ ഉബൈദ എന്താ ചെയ്ത്? വാപ്പാന്റെ തല വെട്ടി കാലിലിട്ടു അല്ലെ? അബൂ താലിബിന്റെ വാപ്പയും പറയട്ടെ സുഹൃത്തെ, അബൂ താലിബിന്റെ വാപ്പ അബ്ദുൽ മുത്തലിബും ഒക്കെ ആരാധിക്കുകയും വിശ്വസിക്കുകയും അവർ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന, അവർ പരിപാലിച്ചു പോരുന്ന ഒരു ആരാധനാലയവും അവയുമായി ബന്ധപ്പെട്ട ആരാധനാ വിഗ്രഹങ്ങളെയും കുറിച്ച് ചീത്ത പറഞ്ഞ് നടന്നപ്പോ അബൂ താലിബ് തെളിയില്ലാത്ത ജന്തുക്കളെ ആടാണ് ഉപമിച്ചത്. ആരിനെ? ഇപ്പൊ നിങ്ങൾ പലതും പറഞ്ഞിട്ടില്ല, കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇത് കൂടി വന്നു. മുഹമ്മദിന്റെ ഫ്രസ്ട്രേഷൻ കൂടി, മുഹമ്മദിന്റെ ചീത്തയുടെയും ഇതിന്റെ ആഴം കൂടി. മുഹമ്മദ് നബിയോട് മക്ക ഖുറൈശികൾ ആകെ പറഞ്ഞത്, ഞങ്ങളെ ആരാധനാമൂർത്തികളെ ചീത്ത വിളിക്കരുത്. മുഹമ്മദിനോട് തൗഹീദ് പ്രചരിപ്പിക്കരുതെന്നോ മുഹമ്മദ് നബി തൗഹീദിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയെ മക്കാര് പീഡിപ്പിച്ച ഒരു സംഭവം നിങ്ങൾക്ക് തെളിവ് പറയാൻ പറ്റുമോ? ഒരെണ്ണം അവിടെ നടന്ന എല്ലാ പീഡനം തന്നെ. ഒരെണ്ണങ്ങൾ ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയും, ഇന്ന സംഭവം ചരിത്രത്തിൽ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു സ്ത്രീയെ 2 ഒട്ടകത്തിന്റെ കാലിൽ വിപരീത ദിശയിൽ കെട്ടി വലിച്ച് അങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മറച്ചു വെക്കണമെന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഏറ്റ ക്രൂരത താങ്കൾ മറച്ചു വെക്കണത് എന്തിനാ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഏറ്റ മക്കയിലെ ക്രൂരത നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു? മുഹമ്മദ് നബി മക്കയില് പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്, ഉപരോധം നേരിട്ടുണ്ട്, ഒന്നും തർക്കമില്ല. ആരപ്പം ഇല്ലാന്ന് പറഞ്ഞത്? തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണെന്നും മുഹമ്മദ് നബി ഏകദൈവ വിശ്വാസം നടത്തിയതിന്റെ പേരിലാണ് എന്നും നിങ്ങൾ പറയണത് നുണയാണ്. അതിന് ചരിത്രത്തിൽ എന്തുകൊണ്ടാ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനും വേണ്ടി ഉമർ ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്ക് ആളുകൾ കൂടുന്നത് എവിടുന്നാണ് നിങ്ങൾക്ക് സ്വന്തം പെങ്ങള് വരെ മുഹമ്മദിനെ കൊല്ലാൻ സ്വീകരിച്ചിരുന്നു. പെങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ഇതിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന ഉമർ മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഏകദൈവ വിശ്വാസം ഇല്ലാതാക്കാനാണ്. നിങ്ങൾക്ക് എവിടുന്ന് തെളിവ് കിട്ടി? പിന്നെ എന്തിനാണ് അവിടെ ആ അർത്ഥത്തിലുള്ള ഒരു പ്രബോധന പ്രവർത്തനത്തിന് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് മുഹമ്മദിന്റെ ഈ ആദർശത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചത്. ബാക്കിയുള്ള ആളുകൾ എങ്ങനെ പ്രതികരിച്ചത്? ഓൻ എന്തേലും പറഞ്ഞോട്ടെ, ഓനക്ക് പിരാന്താണ്, ഓന് പിച്ചും പേയും പറയാണ്, ഓന് സിഹർ ബാധിച്ചതാണ് എന്ന രീതിയിലാണ് നിങ്ങൾ പറയും. നിങ്ങളാണ് ഇപ്പൊ ആ വാദം പറഞ്ഞത്. പറഞ്ഞല്ലോ സ്വന്തം പെങ്ങള് വരെ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് അറിഞ്ഞാ പിന്നെ അത് അറിഞ്ഞിട്ട് കൊല്ലാൻ പോയ ഉമറാണോ പെങ്ങൾ ഖുർആൻ ഓതിയത് കേട്ടിട്ട് മുസ്ലിം ആയത്? അതെ, അതാ പറഞ്ഞു. അതാണ് ദൈവിക പ്രസ്ഥാനാന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം മനസ്സിലാക്കി. നിങ്ങൾ വിഷയത്തിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് ഓടി പോവാണ്. ഇനി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് കഥയൊക്കെ പറഞ്ഞുതരാം. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ അങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ടില്ല. പക്ഷെ മുഹമ്മദിന് മക്കയില് പ്രബോധനം വിജയിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഒരേ സമയത്ത് മുഹമ്മദ് മക്കയിലുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ ആരാധനകളെയും അവരുടെ രീതികളെയും അവരുടെ വിഗ്രഹങ്ങളെ വരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ മാത്രമാണ് മുഹമ്മദിന് എതിരെ മക്ക ഖുറൈശികൾ സംഘടിച്ചതും അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് പലതവണ മധ്യസ്ഥം പറയാൻ ശ്രമിച്ചതും അവനോട് ചീത്ത വിളിക്കരുതെന്ന് പറയുന്നതും അവസാനം ഇനി ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ തിരിച്ചു ചീത്ത വിളിക്കും എന്ന് അവർ പറയുന്നതും
ആ സമയത്ത് അള്ളാഹ് ആയത്തിറക്കി എന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉം. ഇതാണ് അവിടെ നടന്നത്. ചീത്ത എന്നിട്ട് മക്കയിൽ വിളിക്കാറിനല്ലേ ക്ലച്ച് നിങ്ങൾ പിടിക്കാതായപ്പോ ചീത്ത വിളിക്കാറ് പറഞ്ഞുതരാം. എന്താണ്? ആ നിങ്ങൾ ചീത്തന്റെ പറയാൻ ഉപയോഗം കൂടെ സമ്മതിക്കും. പറഞ്ഞുതരും. എങ്ങനെ? എങ്ങനെയാണ് ചീത്ത വിളിച്ചിരുന്നത്? അതിന് വാക്കുണ്ടാവും. പലതരത്തില് അവരുടെ ഏത് ആരാധനാ രീതിയിൽ വിഗ്രഹങ്ങൾ വെളിയും തെളിയില്ലാത്തവരാണെന്ന് പറഞ്ഞു, കല്ലുകളോട് പറഞ്ഞിട്ടുണ്ട്? പ്രാർത്ഥിച്ചവരാണെന്ന് പറഞ്ഞു, വിശ്വസിക്കാൻ തയ്യാറാവാത്തവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ടാണെന്ന് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. അതൊക്കെ ചീത്തയാണോ? അല്ല ചീത്തയാണോ? അല്ല, ഓ, നിങ്ങൾ അത് അവരെ സംബന്ധിച്ച് അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് വെളിയും തെളിയില്ലാത്ത വിഗ്രഹമാണെന്ന് ഏത് കാലത്താന്ന് ആലോചിക്കുക. ഒരു ഗോത്രകാലത്താണ്. ഉം. ഇന്നിപ്പം അവിടെ ചെന്നിട്ട് മക്കന്റെ പള്ളീന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവം പൊട്ടക്കഥയാണ്, യാഹുവയാണ് യഥാർത്ഥ ദൈവം, അല്ലെങ്കിൽ വേറൊരാളാണ് ദൈവം, അല്ലെങ്കിൽ ദൈവമല്ല, ഇതൊക്കെ വെറും ഉം. കെട്ടുകഥയാണ് എന്നൊരാൾ അവിടെ പറഞ്ഞാൽ എത്ര മണിക്കൂർ അവിടെ നിൽക്കും? നിങ്ങൾ എത്ര പറയുന്നുണ്ട്? ഇവിടെ അല്ലെ, നിൽക്കണില്ലേ? ഞാൻ ചോദിക്കണത് ഈ മക്കത്തെ പള്ളിയിൽ ആ കഅബന്റെ പരിസരത്ത് ഇപ്പൊ ചെന്ന് പറഞ്ഞാൽ എത്ര നേരം നിൽക്കുന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നല്ലോ. ഞാൻ ചോദിക്കണത് അതാ പറഞ്ഞതേ. എന്തുകൊണ്ട് നിന്നു? അത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, മനസ്സിലാവായിട്ടല്ല. അള്ളാന്റെ സഹായം ഇല്ലാതെ നിൽക്കാൻ ഉരുളാൻ കഴിയില്ലാന്ന്. ശ്രമിക്കാണ് നിങ്ങൾ. നിക്കി അങ്ങനെ ഒരു അധപതിച്ച ഗോത്രത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിന്നില്ലേ? അവിടെ മക്ക കീഴടക്കിയോ? ആ ഗോത്രത്തിന്റെ എങ്ങനെ മഹാമനസ്കത കീഴടക്കി? കൊണ്ടാ. അല്ല, ആ അത് ഗോത്രത്തിന്റെ മഹാമനസ്കത കൊണ്ട്. അവരുടെ കുതന്ത്രങ്ങള് ഫലിച്ചില്ല. അള്ളാന്റെ ഏത് മുന്നിൽ കുതന്ത്രം? എന്ത് കുതന്ത്രം? അള്ളാഹ്ക്കെതിരെ ഒരു തന്ത്രം അവര് എന്ത് പ്രയോഗിച്ച്, കുതന്ത്രം? മറുതന്ത്രം അള്ള പ്രയോഗിച്ച, അത്ര തന്നെ. എന്തല്ല? ഏതല്ല? എന്തെങ്കിലാണ് പറയാ. നിങ്ങൾ വിഷയത്തിലേക്ക് നിൽക്കുമ്പോ ക്ലിയർ ആയിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് നിങ്ങൾ അള്ളാഹ് എന്താ വെച്ചാൽ ഇങ്ങനെ വിഷയത്തിൽ പറയുമ്പോഴേ നിങ്ങൾ ചിലതൊക്കെ വിഷയത്തിൽ പറയുമ്പോ യുക്തിപൂർവ്വം കേട്ടോളി. ചിന്തിക്കണം. കാരണം മുഹമ്മദ് എന്താ വെച്ചാല് നബിയെ ഞാൻ നബി പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കത്ത് മുഴുവൻ എതിരാളികള്. പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചുരുക്കി 2-3 ലൈനിലായിട്ട് ഒറ്റ സെന്റൻസിൽ പറഞ്ഞു തീർത്തരാം. മക്കയിൽ 13 കൊല്ലം പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും സലാമത്താവാത്തോണ്ട് മുഹമ്മദ് നബി ഇവർക്കെതിരെയുള്ള ഈ ഫ്രസ്ട്രേഷൻ പ്രകടനം തുടർന്നപ്പോൾ മുഹമ്മദിനെതിരെയുള്ള പ്രതികരണങ്ങൾ അവിടുന്ന് ഉണ്ടായി. മുഹമ്മദിനെതിരെ ഉപരോധം ഉണ്ടായി, നാട് കടത്തും എന്നുള്ള ഭീഷണി ഉണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. അവസാനം മുഹമ്മദ് നബി അതിന് പാരലായിട്ട് തന്നെ മുഹമ്മദ് നബി പല സ്ഥലങ്ങളിൽ ഈ ആശയം ഒന്ന് ക്ലച്ച് പിടിപ്പിക്കാൻ ഒരു സങ്കേതത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ഒരുപാട് കാലം മുമ്പ് തുടങ്ങി. ഖദീജയും അവിടെ എല്ലാ സമയത്തും സപ്പോർട്ടായി നിന്നിരുന്ന ഖദീജയും അവിശ്വാസിയായിരുന്നപ്പോഴും തന്റെ വീട്ടിൽ അഭയം കൊടുത്ത അബൂ താലിബും ജീവന് ഒരു പ്രശ്നം ഉണ്ടാവാതെ മുഹമ്മദിന്റെ ആശയം സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുവദിക്കാൻ തന്റെ ഗോത്ര പദവി ഉപയോഗിച്ച അബൂ താലിബും മരണപ്പെട്ടു ഏകദേശം ഒരേ വർഷം. ഇനി അവിടെ നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായ മുഹമ്മദ് നബി 2 വർഷത്തെ തുടർ ചർച്ചകളുടെ ഭാഗമായി രണ്ട് ഘട്ടമായിട്ട് ആദ്യ ഒരു ഘട്ട ആളുകളെ പറഞ്ഞയച്ച് തിരിച്ചു വന്ന് അവിടുന്ന് വന്ന രണ്ട് വർഷങ്ങളിലായി വന്ന പ്രതിനിധി സംഘവുമായിട്ട് കരാറുണ്ടാക്കി. ആ കരാറിൽ ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ആളുകൾ പങ്കെടുത്തിട്ട് മുഹമ്മദിന്റെ ജീവനും സ്വത്തിനും ജീവന് സുരക്ഷിതത്വം കൊടുക്കണം എന്ന് ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ആളുകൾ മദീനക്കാരോട് കരാറുണ്ടാക്കിയിട്ടാണ് മുഹമ്മദ് നബി എങ്ങനെയാണ് ആ കരാറോടെ വന്നത്? അത് നിങ്ങൾ പറയും. വെറുതെ ഒരു കരാർ രാജ്യത്ത് കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ പറ്റില്ല. പറയും എന്താ ഒന്നാ അഖബ ഉടമ്പടി, ഇസ്ലാമിലേക്ക് മദീനയിൽ നിന്നും വിശ്വാസികൾ കൂടി. അവിടെ മദീനയിൽ ഇസ്ലാമിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. മക്കയിൽ വിശ്വാസികൾ സ്വാധീനം കൂടി. മദീനയിൽ എത്ര ആളുണ്ടായിരുന്നു? മക്കയിലേനായിട്ട് കൂടുതൽ മദീനയിലായിരുന്നു വിശ്വാസികൾ. അപ്പൊ മുഹമ്മദ് നബി ഒരു മിനിറ്റ്, അവിടെ ഖദീജ മരിച്ചു, അബൂ താലിബും മരിച്ചു. മുഹമ്മദിന് അവിടെ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്വീകാര്യത മദീനയിൽ കിട്ടും. അവിടെ വേറെ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇത് ദൈവത്തിന്റെ കൽപ്പന ലോകത്ത് പരത്തുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചരിത്രം വായിക്കാത്തോണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മൂല്യമാര് പറഞ്ഞ കഥയും നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച താരീഖും വെച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. അതല്ല ഇസ്ലാമിൽ ഒരിക്കലും ഒരു അക്രമം അക്രമത്തിലൂടെ മാത്രം വളരുകയും ഇസ്ലാം ഒരിക്കലും ഒരു അക്രമം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തോന്നരുത്. എന്തുകൊണ്ട് അബീസീനിയയിലേക്ക് ഇസ്ലാം പോയി? ജീവഭയം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു അല്ല, അബീസീനിയയിലേക്ക് പലായനം ചെയ്ത് എന്തുകൊണ്ടാണ്? അത് മദീനത്ത് പോയതിന് മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞോ യസ്രിബിലേക്കും അബീസീനിയയിലേക്കും ഒക്കെ ഉള്ള കഥ. ഒന്നാം അക്കബ ഉടമ്പടിയും രണ്ടാം അക്കബ ഉടമ്പടിയും കഴിഞ്ഞ് 2 തുടർ വർഷങ്ങളിലെ തുടർ ചർച്ചകളുടെയും തയ്യാറെടുപ്പുകളുടെയും ഭാഗമായിട്ടാണ് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്റെ തട്ടകം മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് 150-ൽ താഴെ മനുഷ്യരാണ് ആകെ 13 കൊല്ലം കൊണ്ട് മുഹമ്മദ് നബിയുടെ ആശയത്തിലുള്ളത്. അത് തന്നെ ആശ്രിതരും മക്കളും അടിമകളും ഒക്കെ ഉൾപ്പെടുന്ന സംഘം, വിശ്വസിച്ചവരുടെ ആശ്രിതരും കൂടെ ചേർന്നിട്ട് ഇത്രയും ആളുകളുമായിട്ട് മുഹമ്മദ് മദീനയിലേക്ക് ചെല്ലുന്നു. മദീനയിൽ ചെന്ന മുഹമ്മദ് നബി
അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളുമായിട്ട് അവിടുത്തെ പ്രബലരായിട്ടുള്ള രണ്ട് അറബി ഗോത്രങ്ങളുമായിട്ട് ഒരു ധാരണ. അതിനാണ് നിങ്ങൾ മദീന പാക്ട് എന്ന് പറയുന്നത്. അതിനുശേഷം മുഹമ്മദ് അവിടെ ചെന്നതിന്റെ പിറ്റേ വർഷം മുതൽ മുഹമ്മദും മുഹമ്മദിന്റെ സംഘവും വാള് കയ്യിലെടുക്കുകയും ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലുമില്ല. നിങ്ങൾ യുദ്ധത്തിലല്ലാതെ ചരിത്രം വാളെടുത്തിട്ടില്ല. വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാം മദ്രസയിൽ ഒരിക്കലും പഠിച്ച താരീഖല്ല. യുദ്ധത്തിലല്ലാതെ വാളെടുത്തിട്ടില്ല. എങ്ങനെ? വാളെടുക്കേണ്ട അക്രമം കണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് വാളെടുക്കേണ്ടി ഒരിക്കലുമല്ല, വന്നിട്ടുള്ളത്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ വായിച്ചതിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ വായിച്ചുതരാം. യുദ്ധം നടക്കുമെന്നത് തീർച്ചയായിട്ടും സംശയം ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ വിശ്വാസങ്ങളിൽ വിഡ്ഢിത്തരം ആരോപിക്കുകയും, കേട്ടോട്ടോ നിങ്ങൾ, ഞാൻ നേരത്തെ വായിച്ചത് അനിവാര്യമായി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അവർ പരാജയപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്ന പറഞ്ഞ സ്ഥലം. യുദ്ധം നടക്കുമെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ വിശ്വാസങ്ങളിൽ വിഡ്ഢിത്തം ആരോപിക്കുകയും ആരാധന വിമർശിക്കുകയും ചെയ്തവർക്കെതിരെ ഖുറൈശികൾ മൗനം പാലിക്കുമായിരുന്നില്ല. മതവിഷയത്തിൽ അവർ അറബി ഖുറൈശികൾക്ക് മാതൃകയായിരിക്കെ വിശേഷിച്ചു. സരിയത്ത് എന്ന സൈന്യത്തിന്റെ ഒരു സരിയത്ത് എന്നാൽ സൈന്യത്തിന്റെ ഒരു വിഭാഗം ഉദ്ദേശമെങ്കിലും ഇവിടെ നബി പങ്കെടുക്കാത്ത യുദ്ധമെന്നാണ് ഉദ്ദേശം. ഷാമിൽ നിന്നും മടങ്ങുന്ന ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ തടയുവാൻ വേണ്ടി റമദാൻ മാസത്തിൽ റസൂൽ 30 മുഹാജിറുകളുടെ കൂടെ പിതൃവ്യൻ ഹംസയെ നിയോഗിച്ചു. വെളുത്ത ഒരു കൊടിയും, ഇതിനിടയിൽ എവിടെയും അവര് മുഹമ്മദിനെ മദീനയിൽ വന്ന് ആക്രമിക്കാൻ ഒരു പദ്ധതി ഇട്ടതിന്റെ ഒരു തെളിവും വെച്ചിട്ടില്ല കേട്ടോ. വെളുത്ത ഒരു കൊടിയും റസൂൽ സംഘത്തിന് നൽകി. ഒരു യുദ്ധം നടത്തുന്നതിന് ശ്രമിക്കുമ്പോ അതിന് യുദ്ധമൊന്നും അല്ല ഉപരോധം സുഹൃത്തേ, നടക്കൂലേ? യുദ്ധമാണോ ഇത്? സുഹൃത്ത്, ഒരു ഇത് യുദ്ധ എന്താ സംഭവിച്ചത്? സാഹചര്യം കേൾക്ക്, നിങ്ങൾ കിതാബ് വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചു തരുമ്പോ കേൾക്കൂല പറഞ്ഞ വല്ലാത്തൊരു ഈ അമേരിക്കയും ഇറാനും പ്രശ്നമുണ്ട്. അവർ അമേരിക്ക യുദ്ധം ഇറാനൊക്കെ അടക്കട്ടെ. മുഹമ്മദ് നബിയുടെ ആദ്യ സൈനിക സന്നാഹം നിങ്ങൾ കേട്ടോളി. ഹംസയുടെ കൂട്ടുകാരനായ അബൂ മർഷദ് റായാണ് കൊടിയേൽപ്പിച്ചത്. അദ്ദേഹം ബദറിൽ ഷഹീദായിട്ടുണ്ട്. അബൂജഹൽ മുശ്രിക്കുകളായ 300 അനുയായികളുമാണ് ഖുറൈശികളുടെ വാണിജ്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈസി മദീന താഴ്വാരത്തിന്റെ ഭാഗത്തെ കടൽ തീരത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഹംസ വാണിജ്യ സംഘത്തെ കണ്ടുമുട്ടി. രണ്ടു വിഭാഗം യുദ്ധത്തിന് വേണ്ടി അണിനിരുന്നു. അപ്പോൾ എന്തിനാ പോയത് ഇവിടുന്ന്? കച്ചവട സംഘത്തെ തടയാന്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടു കൂട്ടരും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായി നിന്നു. അപ്പോൾ മുജിദിയുബിന് അമ്രിൽ ജുഹാനി എന്ന ഗോത്രത്തലവൻ ഇടപെട്ടു. അദ്ദേഹത്തെ അനുസരിച്ച് അവർ പിരിഞ്ഞുപോയി. ആര് പിരിഞ്ഞുപോയി? ഹംസ പിരിഞ്ഞുപോയി. ഈ നടപടിയുടെ പേരിൽ മുജിദിയെ റസൂൽ അഭിനന്ദിക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവും ശത്രുക്കൾ അവരെക്കാൾ വളരെ കൂടുതലും ആയിരുന്നു. അതുകൊണ്ട് യുദ്ധം നടക്കാതെ തിരിച്ചുപോയി. ഇതാണ് കേട്ടോ ഒന്നാമത്തെ ശ്രമം. ഷവ്വാൽ മാസത്തിൽ ഹംസയുടെ പിതൃവ്യൻ. രണ്ടാമത്തെ ശ്രമം ഷവ്വാൽ മാസത്തിൽ, ഇത് റമദാനിൽ കഴിഞ്ഞു. രണ്ടാമത്തത് ഷവ്വാൽ മാസത്തിൽ ഹംസയുടെ പിതൃവ്യൻ ഉബൈദത്ത് ബിൻ ഹാരിസിന്റെ നേതൃത്വത്തിൽ 80 മുഹാജിറുകളെ ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ തടയുവാൻ റസൂൽ നിയോഗിച്ചു. നേരത്തെ എത്ര ആളെ പോയത്? 30. ഇപ്പൊ എത്രയായി? 80. ഇത്തവണ നബി മിസ്തഹ് ബിൻ അസാസിനെയാണ് വെള്ളക്കൊടി ഏൽപ്പിച്ചിരുന്നത്. റാബിഖ് എന്ന മൈതാനത്തിനടുത്ത് വെച്ച് ഖുറൈശികൾ 200 പേരടങ്ങുന്ന വാണിജ്യ സംഘത്തെ കണ്ടു. പരസ്പരം അമ്പെയ്ത്ത് നടന്നെങ്കിലും മുസ്ലിങ്ങളുടെ പിറകിൽ സഹായ സൈന്യം വരുന്നുണ്ടാകുമോ എന്ന ഭയപ്പെട്ട മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. കച്ചവടയാത്രയ്ക്ക് പോകുന്ന സംഘത്തെ പോയിട്ട് അവർക്ക് നേരെ അമ്പെയ്യാൻ 80 ആളെ പറഞ്ഞയച്ചു മുഹമ്മദ് നബി കേട്ടോ. എന്ത് യുദ്ധം? ഓല് പേടിച്ചോടി. ഓക്കെ, മുസ്ലിം സൈന്യം അവരെ പിന്തുടരുകയുണ്ടായില്ല. എന്തൊരു മഹാമനസ്കത. മുശ്രിക്കുകളുടെ പക്ഷത്തു നിന്നും മിഖ്ദാദ് ബിൻ അംർ, ഉഖത്ത് ബിൻ അസാൻ എന്നിവർ മുസ്ലിം പക്ഷത്തേക്ക് ഓടി വന്നു. അവർ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങളുമായി ചേരാൻ വേണ്ടിയായിരുന്നു അവർ പുറപ്പെട്ടിരുന്നത്. റസൂലിന്റെ മുലകുടി ബന്ധത്തിൽ ഇനി അടുത്തത് മരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ, അതൊക്കെ പോട്ടെ. യുദ്ധത്തിലേക്ക് തിരിച്ചു വരാം. ഹിജ്റ രണ്ടാം വർഷം. ഇത് ആദ്യത്തെ വർഷം നടന്ന കേട്ടോ. ഇത് രണ്ടാം വർഷം. ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ നേരിടാൻ വേണ്ടി മൂന്നാമത്തെ ശ്രമം. ഹിജ്റ രണ്ടാം വർഷത്തിൽ നിന്ന് 12 ദിവസം പിന്നിട്ട ശേഷം സഅദ് ബിൻ ഉബാദയെ മദീനയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് റസൂൽ നബി തന്നെ പുറപ്പെട്ടു. കൊടി വഹിച്ചിരുന്ന പിതൃവ്യൻ ഹംസയാണ്. അങ്ങനെ വദ്ദാൻ എന്ന സ്ഥലത്തെത്തി. സംഘം നേരത്തെ കടന്നുപോയിരുന്നത് കൊണ്ട് കച്ചവട സംഘം നേരത്തെ കടന്നുപോയി കഴിഞ്ഞിരുന്നതിനാൽ അവിടെ വെച്ച് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നില്ല. എങ്ങനെയുണ്ട് യുദ്ധം? ഈ യാത്രയിൽ ബനി ലംറ ഗോത്രക്കാരനുമായി റസൂൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയുണ്ടായി. അവർക്ക് സംരക്ഷണം നൽകുമെന്നും മുസ്ലിങ്ങൾ സഹായ അഭ്യർത്ഥന നടത്തിയാൽ അവർ ഇങ്ങോട്ടും സഹായിക്കണമെന്നുമായിരുന്നു ഉടമ്പടി. അതായത് കച്ചവടയാത്ര സംഘം കടന്നു പോകുന്ന വഴികളിലുള്ള ഗോത്രങ്ങളുമായിട്ട് ഈ കൊള്ള സംഘം കരാറുണ്ടാക്കി. ഇവരെ സഹായിക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. മുഹമ്മദ് നബിയുടെ കൊള്ള സംഘം കേട്ടോ. ഇതൊരു സൈനിക സന്നാഹമൊന്നുമല്ല. ഇത് ഞാൻ വായിക്കുന്നത് ഞാൻ എഴുതിയ പുസ്തകമല്ല. പ്രവാചക ചരിത്രം നൂറുൽ യഖീൻ എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച് മുസ്ലിം ബുക്ക് സ്റ്റാളുകളിൽ
ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ വിതരണത്തിലുള്ള പുസ്തകമാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് ഇങ്ങനെയാണ് മുഹമ്മദ് നബി യുദ്ധം തുടങ്ങുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ, ഇതിന്റെ യുദ്ധം തുടങ്ങാനുള്ള കാരണം ഈ ഒരു സംഗതി. അതായത് ഈ ഏത് സമ്പത്ത് കാരണം? കൊണ്ടാണ്, ഈ പോകുന്ന സമ്പത്ത് കൊണ്ടാണ് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ പൊന്നാര ശ്രമിക്കുന്നത്. ചങ്ങാതിയെ, ഈ പോകുന്ന സമ്പത്ത് കൊണ്ടാണ് അയിറ്റ ഞം കഴിച്ചിരുന്നതേ. മുഹമ്മദ് ഞം നബിക്ക് അബൂ താലിബ് മാത്രല്ലല്ലോ, തിന്നാൻ വാങ്ങി കൊടുത്തത് ഇങ്ങനെ അവര് കച്ചവടം ചെയ്ത് ഏറ്റവും കിട്ടുന്ന വലിയ പൈസ ഉദ്ദേശം എന്ന് കൊണ്ടായിരുന്നു. പറഞ്ഞത്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം ഇവിടുത്തെ നേതാവുമാരെ അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. അന്ന് മദീന ഭരിച്ചിരുന്ന ആളായിട്ട് ചർച്ച ഇതൊക്കെ നടത്തിയിരുന്നു. നിങ്ങൾ പറയുന്ന വാദങ്ങളല്ലേ? ഇതൊക്കെ ചരിത്രത്തിൽ അത് ശരി, രേഖയുണ്ടോ? നമ്മള് അറിയുന്ന വാദങ്ങൾ നിങ്ങൾ എന്ത് അംഗീകരിക്കില്ല. നിങ്ങൾ നിങ്ങൾ കിതാബിൽ എഴുതിയതാണ് ഇസ്ലാമിന്റെ ഞാൻ വായിച്ചത്. ശത്രുക്കളെ വിളിച്ചു പറയുന്ന ഈ കാര്യങ്ങൾ മാത്രം. കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി ആദ്യം 30 ആള്, പിന്നെ 80 ആള്, പിന്നെ നബി നേരിട്ട് പുറപ്പെട്ടു പോയി. അങ്ങനെ ഇതൊക്കെ 2-3 ശ്രമം കഴിഞ്ഞ് ഹിജറ 2-ാം വർഷം ലാസ്റ്റ് ആണല്ലോ ഈ പറഞ്ഞ ബദർ നടക്കുന്നത്. 20 പേരടങ്ങുന്ന ഒരു കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി 313 ആൾക്കാരെ കൊണ്ടുപോയത്. ആ 313 പേരിൽ നിന്ന് ഈ സമ്പത്ത് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അബൂജഹലു സംഘവും മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് പോരുന്നത്. ഇതാണ് കഥ. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. നമ്മൾ ഈ പറഞ്ഞ 1000 പേരുമായി 313 ആൾക്കാരായിട്ട് യുദ്ധം ചെയ്യാൻ മക്കയിൽ നിന്ന് ആൾക്കാർ വന്നു. എന്നിട്ട് ആരാ വിജയിച്ചേ? നിങ്ങൾ ആദ്യം ബദർ യുദ്ധത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ബദർ യുദ്ധത്തിന്റെ കഥ വായിച്ചിക്കണോ? ഇത് വിജയിക്കുക എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാല് പിന്നെ ഇസ്ലാമിലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവര് പിന്തിരിഞ്ഞു പോകുന്നത് വരെ യുദ്ധം ചെയ്യാന്നുള്ളതുള്ളൂ. അല്ലാതെ അവിടെ യുദ്ധം കച്ചവട സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി പടയൊരുങ്ങി പോകുന്ന യുദ്ധം അതല്ല കാര്യം ഞാൻ പറഞ്ഞത്. അത് അവരുടെ സാമ്പത്തികമായി ഞെരുക്കം വരുത്താനുള്ള കൊള്ളയടിക്കാൻ വേണ്ടി യുദ്ധത്തിന്റെ ഓരോ കാര്യങ്ങളാണ്. എന്ത് യുദ്ധം? ബദർ യുദ്ധം നിങ്ങൾക്ക് വായിച്ചു തരാം. ബദർ യുദ്ധം നിങ്ങൾക്ക് വായിച്ചു തരണോ? 1-ാം ബദർ ആണ്ട് വേറെ സംഭവം നടക്കണ്ട അതിന്റെ അടിയില്. നമുക്ക് ഒരു മിനിറ്റ്. പുസ്തകം മടക്കി വെച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിച്ചാൽ മടക്കി വെച്ചു. ഇപ്പൊ വായിച്ചു തരാം കേട്ടോ. സംഘടനകളുടെ തുടക്കം, ജൂതർക്ക് ഭീഷണി, അതിന്റെ മുമ്പാണ് ബദർ. ഏതോ ശത്രു എഴുതിയ പുസ്തകം ഉണ്ടല്ലോ. ഈ പുസ്തകം ഏതാ നിങ്ങൾക്ക് അറിയോ? ഞാൻ വായിച്ചത് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകം എന്തിനാ എഴുതിയ അറിയോ? ഈ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ക്രിസ്ത്യാനികള് ഇസ്ലാമിനെ കരിവേരിത്തേക്കാൻ വേണ്ടിയിട്ട് പല കള്ളക്കഥകളും എഴുതിയിട്ടുണ്ടെന്നും അതിനൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി മറുപടി ആയിട്ട് എഴുതിയ പുസ്തകം കേട്ടത്. നിങ്ങൾക്ക് കഥ തിരിയില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഉത്തരവാദിത്തല്ലോ. ഇസ്ലാം എല്ലാരും ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂലല്ലോ. എഴുതിയത് കൊടുന്നോളി. ഇതിന് വിരുദ്ധമായ ഒരു കഥ നിങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ ഉമ്മത്ത് 73 കക്ഷിയാവും, അതില് 72 വൈകേട്. 100 ആയാലും അതിലൊന്നേ നല്ല മാർഗത്തിൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വൈകേടിലാവും. ആകെയുള്ള ഇസ്ലാം മൊത്തത്തിൽ വഴികേടാണെന്നേ. ഇസ്ലാം മൊത്തത്തിൽ വഴികേടാണ്. ഞങ്ങൾക്ക് ആ യുദ്ധം നടക്കുന്ന ആ ഒരു സംഘടന നടക്കുന്ന ഒരു രംഗമുണ്ട്. അതില് ആദ്യം വരുന്നത് നിങ്ങൾക്ക് അതിന്റെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടോ എനിക്കറിയില്ല. ഒരു മിനിറ്റ്, അതിന്റെ തുടക്കമുണ്ട്. മുസ്ലിങ്ങളുടെ ആത്മവീര്യം. ഇതിനകത്ത് ആ രംഗം, യുദ്ധരംഗം ഇതിനകത്ത് വിശദീകരിച്ചിട്ടില്ല. ഈ യുദ്ധത്തില് ആദ്യം മുഹമ്മദിന്റെ അടുത്ത് നിന്ന് 3 ആളും ഖുറൈശികളിൽ നിന്ന് 3 ആളാണ് ഇറങ്ങുന്നത്. നിങ്ങൾ 1000 ആളെ ജയിച്ച കഥയാണ് പറയുന്നത് കേട്ടോ. ദ്വന്ദ്വ യുദ്ധാണ്, ഓരോരുത്തർക്ക് എതിരാളികളായിട്ട്, അത് ഒറ്റക്കൊറ്റക്ക്. ഇതില് എന്താ പറയാ, നമ്മുടെ ഉത്തബയാണോ ഷെയ്ബയാണോ എനിക്ക് പേര് ഓർമ്മയില്ല, ഒരാളുടെ തലയില് നിങ്ങൾ വലിയ സന്നാഹമായിട്ട് യുദ്ധത്തിന് വന്ന ഒരാളുടെ കയ്യില് അയാളുടെ പടച്ചട്ട പോലും തലയിൽ വെക്കുന്ന ചട്ട പോലും ഇല്ല. എന്നിട്ട് അയാൾ ഒരു പുതപ്പ് തലയിൽ കെട്ടിയിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയത്. സംഭവം കേൾക്കും. ബദർ യുദ്ധം, അതായത് സംഘടന തുടങ്ങുന്ന രംഗാണ് ഈ പറയണേ. എന്നിട്ട് 2 മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള 2 ആളുകൾ ഖുറൈശി ഭാഗത്തു നിന്ന് 2 ആൾക്കാരെ കൊന്നു. അതായത് ഒറ്റക്കൊറ്റക്കാണല്ലോ. മൂന്നാമത്തെ ജോഡിയുടെ യുദ്ധം നടക്കുമ്പോ ഇസ്ലാമിക പക്ഷത്തുള്ള ആൾക്ക് കാലിന്റെ മസിലിൽ പരിക്ക് പറ്റി. അയാൾ വീഴും എന്നായപ്പോ
ജയിച്ച് മാറി നിന്ന ഈ രണ്ടാൾ കൂടി ഇറങ്ങിയിട്ട് ഈ ഒരാളെ അപ്പുറം ഇപ്പുറം നിന്ന് യാതൊരു യുദ്ധമര്യാദ ഇല്ലാതെ കാളാൻ പുളം വെട്ടി. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളതാ. അറിയങ്ങൾക്ക് നിങ്ങൾ ആ മോയിൻകുട്ടി വൈദ്യരുടെ കഥയിലും ആ പടപ്പാട്ടെങ്കിലും എന്നിട്ട് വായിക്കി, മനസ്സിലായി? അപ്പൊ ഇങ്ങനത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത യുദ്ധത്തില് കൊള്ള യുദ്ധമല്ല, യുദ്ധത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? കൊള്ള യുദ്ധം എന്നൊക്കെ യുദ്ധം എന്ന് വെറുതെ പറഞ്ഞാല് പറയാം. ഇത് ബദറിൽ നിർത്തിയില്ല, ബദറിൽ നിർത്തിയില്ല. കൂട്ടാണെങ്കിലും എവിടേക്കാ ഒറ്റക്കാണെങ്കിലും നമ്മൾ യുദ്ധം പോണത്? യുദ്ധം തിരിച്ചു തന്നെയല്ലേ? പോകേണ്ടത് എവിടേക്കാന്നറിയോ? തിരിച്ചു പോകേണ്ടത് പറഞ്ഞുതരാം. ഈ രീതിയില് മദീനയിൽ വന്നതിന്റെ പിറ്റേ കൊല്ലം തൊട്ട് വാളെടുക്കുകയും കച്ചവടത്തിന് പോകുന്ന ആളുകളെ കൊള്ളയടിക്കുകയും അവരുടെ അതിന്റെ സമ്പത്ത് ഇടയിൽ നിങ്ങൾ പിടിച്ചെടുക്കുകയും. പറഞ്ഞല്ലോ ഇസ്ലാമിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുണ്ട്. അത് പറയണം. അതുകൂടി കൂട്ടി പറയുമ്പോഴാണ് അത് എന്ത് കൂട്ടി ഇതിനൊക്കെ പിന്നിലൊരു അതിനുള്ള കാരണം കാരണവും ഉണ്ടായെന്ന് ഞാൻ നമുക്ക് പറഞ്ഞല്ലോ. മനസ്സിലാവുള്ളൂ. അതിനുള്ള കാരണവും ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് താങ്കൾ പറയുന്ന പല കാര്യങ്ങളിലും ഈ സംഗതി താങ്കൾ കൂട്ടലില്ല. അംഗീകരിക്കല്ല, കാരണം എന്താ വെച്ചാല് കിതാബിലുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കോ, ഇസ്ലാം പുസ്തകമൊക്കെ അപ്പൊ അങ്ങനെ വായിച്ചോട്ടെ. പ്രയാസം നേരിട്ടിട്ടാണ് ഞാനല്ലേ യുദ്ധത്തിന് നിങ്ങൾക്ക് ഇറങ്ങി എന്ന് കിതാബിന്റെ പറയുന്നു. പേര് പറഞ്ഞു തന്നെ. ഏറ്റവും ചുരുങ്ങിയത് വിശ്വാസികൾ, ഈ കാര്യങ്ങളും കഥകളും കേൾക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് മർക്കസിന്റെ ബുക്ക് സ്റ്റാളിൽ പോയാലോ, അല്ലെങ്കിൽ അവിടെ എജുമാട്ടിൽ പോയാലോ ഒക്കെ, അല്ലെങ്കിൽ തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിന്റെ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയാലൊക്കെ നൂറുൽ യഖീൻ എന്ന് പറയുന്ന ചെറിയ പുസ്തകം കിട്ടും. സംഗ്രഹിച്ച് കഥ എഴുതിയ ചരിത്രം എഴുതിയ പുസ്തകം. അതെങ്കിലും എടുത്ത് വായിച്ചിട്ട് വേണം. അല്ലാതെ നമ്മൾ 5ാം ക്ലാസ് 6ാം ക്ലാസ്സും പഠിച്ച താരീഖ് അല്ല ഇസ്ലാമിന്റെ ചരിത്രം. അത് നമ്മൾ മൂല്യന്മാര് വയൽ പറയണതും അല്ല. വിമർശകർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണാക്കന്മാര് കേറി എന്ന് പറയുന്ന ബഡായി അല്ല ഇസ്ലാമിന്റെ ചരിത്രം. അത് ഗ്രന്ഥത്തിലുണ്ട്. തുടക്കം മുതൽ കൊള്ളയും കൊലയും മുഹമ്മദ് തുടർന്നു. എല്ലാ ഗോത്രങ്ങളെയും ഈ ബദറിൽ ജയിച്ച ഊറ്റത്തിൽ മുഹമ്മദിനെ വിമർശിച്ച ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ ഉത്തരവിട്ടത് ലിസ്റ്റ് ചെയ്തിട്ട്, ആളുകളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വെറുതെ ആളുകളെ ഇന്ന ആളെ കൊല്ലാൻ ആരാ ഉള്ളത്, അപ്പൊ ഞാൻ പോയി കൊല്ലാം, എന്നിട്ട് പോവാ കൊല്ല. നെല്ലറുബിന് കഅബ് ബിൻ അഷ്റഫിനെ കൊന്ന കഥ സംഭവം ഹദീസിലുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഖുർആൻ ഒന്ന് പറയും, പ്രവൃത്തിയിൽ മറ്റൊന്നും ആവൂല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുർആനിലും ഇതൊക്കെ നബിയെ പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് ഈ പ്രബോധനം എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഖുർആനിൽ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തില് കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ കൊല്ലല്ല, യുദ്ധത്തിൽ കൊല്ലുക എന്നതല്ല. എന്താണ് യുദ്ധം? എപ്പോഴും യുദ്ധം ഉണ്ടാവണം ഇസ്ലാമില്? ഇസ്ലാമിന്റെ അപ്രമാദിത്യത്തെ ആര് എതിർത്താലും അവിടെ യുദ്ധമാണ്. അവിടെ ദാറുൽ ഹർബായി. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും അറിയില്ല. അതാണ് സംഭവം. ഇനി പറയട്ടെ, ഞാൻ ബനു ഖുറൈദയിൽ ചെന്നിട്ട് വേണം നിർത്താൻ. ബനു ഖുറൈദയിൽ ചെന്നിട്ട് വേണം നിർത്താൻ. അതായത് മുഹമ്മദ് നബി തുടക്കം മുതൽ ഈ കൊള്ളയും കൊലയും അക്രവുമാണ് പ്രവർത്തിച്ചത്. അതിന്റെ ഇരകളായിരുന്നു മദീനയ്ക്ക് ചുറ്റും ജീവിച്ചിരുന്ന ജൂതഗോത്രങ്ങൾ. അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും അവരുടെ സ്വത്തുക്കൾ കൈയടക്കാനും അവരെ അവിടുന്ന് ഓടിച്ചു വിടാനും മുഹമ്മദ് നബി കാലേക്കൂട്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ച കഥയും നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് വായിക്കണം. വാളിന്റെ മുനയിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ ഷഹാദത്ത് കലിമയുടെ പറയാൻ സമ്മതിക്ക്. ജീവഭയം കൊണ്ട് അബൂ സുഫിയാൻ അഷ്ഹദു ലാ അള്ളാഹുവിന്റെ ദൈവത്വം അംഗീകരിച്ചു. മുഹമ്മദിന്റെ പ്രവാചകത്വം അബൂ സുഫിയാൻ അംഗീകരിച്ചത് ഞാൻ രേഖകളിൽ കണ്ടിട്ടില്ല. ഷഹാദത്ത് കലിമ പൂർണ്ണാർത്ഥത്തിൽ ചൊല്ലിയത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ കൊല്ലണ്ടല്ലായിരുന്നു പൂർണ്ണാർത്ഥത്തിൽ മതിയാറിന് മോമനെ വിട്ടോളാൻ പറഞ്ഞു. അതന്നെ. അപ്പൊ അപ്പോഴും അവിടെ കാര്യമുണ്ടല്ലേ? എന്ത് കാരുണ്യം? എന്ത് കാരുണ്യം? ഏത് ഇക്രിമ? അബൂജഹലിന്റെ മകനല്ലേ? മക്കം ഫത്ഹ്, ഹുദൈബിയ സന്ധി, ഇതൊക്കെ അതെല്ലാം ചതിയായിരുന്നു. ചതിപ്രയോഗം, കൊല. ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ കൊള്ളയാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി ആൾക്കാർ ഇങ്ങോട്ട് പോയിട്ടുള്ളത്. രാത്രി യാത്ര ചെയ്തിട്ട് പകൽ യാത്ര ചെയ്ത് രാത്രി പതിയിരുന്ന് പുലർച്ചെ എല്ലാവരും ആഴമേറിയ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയം നോക്കി ഗോത്രങ്ങളെ ആക്രമിച്ച് ഓടുന്നു. സമ്പത്തും സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് വീതം വെച്ചു കൊടുത്തതിന്റെയും സംഭവങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഹദീസിലുണ്ട്. വീതം വെക്കല്ല, പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ പിടിച്ചെടുത്തിട്ട് ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയോടുകൂടി അണികൾക്ക് വീതം വെച്ചു കൊടുത്ത 424 നിങ്ങൾ എടുത്ത് വായിക്കി.
ഭർത്താക്കന്മാര് 426 പിടിച്ചുകൊണ്ടെന്ന അടിമകളാക്കിയ ആളുകളില് യുദ്ധത്തടവുകാരായി പിടിച്ചുകൊടുന്ന വിവാഹത്തിന്റെ കാര്യം ഇങ്ങനെ വീതം വെച്ചു കൊടുത്ത സ്ത്രീകളിലെ ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വൈക്ലഭ്യം ഉണ്ടായ മുഹമ്മദിന്റെ അനുചരന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താണ് 4:24. നിങ്ങൾ വായിച്ചു നോക്കി ഖുറാനില്. ഓൽക്ക് ഭർത്താക്കന്മാരുടെയും കുഴപ്പമില്ല എന്ന്. അപ്പൊ നിങ്ങൾ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് പഠിച്ചതും ഉസ്താദ്മാര് നമുക്ക് പറഞ്ഞു തന്നതും പിന്നെ വയലിൽ കേൾക്കുന്നതും ഈ ഉണ്ണാക്കന്മാര് വെളുപ്പിച്ച് പറയുന്ന സാധനമൊന്നുമല്ല ഈ ദീന്. ഗ്രന്ഥത്തിലുള്ള ഇസ്ലാം ദീന് പറഞ്ഞ വേറെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇസ്ലാം എന്ന് പറയട്ടെ, ഇസ്ലാമിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ ഇസ്ലാമിന്റെ വെച്ചാൽ യഥാർത്ഥ മുഹമ്മദ് നബി ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലേ ഇസ്ലാമിന്റെ യഥാർത്ഥ. ഒരിക്കലല്ല, ഖുറാനല്ലേ യഥാർത്ഥ പ്രമാണം. അതല്ല ഖുറാനല്ലേ യഥാർത്ഥ പ്രമാണം അള്ളാഹുമായി അല്ലേ? സംസാരിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവായിട്ട് യഥാർത്ഥ സംസാരിക്കുക. ലക്ഷ്യം. പിന്നെ നിങ്ങള് ദീനിന്ന് പുറത്തു പോണ കഥയാണ്. ഒരിക്കലല്ല, നേരിട്ട് സംസാരിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നേരിട്ട് സംസാരിക്കുന്ന അള്ളാഹ് പല രീതിയിൽ സംസാരിക്കും. ചിലപ്പം അശരീരി ആയിരിക്കും, ചിലപ്പം ദൂതന്മാരെ വിട്ട് നിങ്ങൾ സംസാരിക്കും. മുർത്തതാവും മനുഷ്യ. അള്ളാഹു അങ്ങനെ പറയാം. മനുഷ്യന്മാരോട് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ അക്കീദ തെറ്റി, നിങ്ങൾ പുറത്താവും. നമ്മൾ അതെങ്ങനെ വെറുതെ അക്കീദ തെറ്റില്ല? തർക്കിച്ചതൊക്കെ കാരണം എന്താ വെറുതെ വെച്ചാല് നമുക്ക് രണ്ടാം കൂടി ഒറ്റ യഹൂദികളായിട്ടുള്ള വിജയിക്കാൻ. സ്ത്രീകളോട് സംസാരിച്ചത് അള്ളാഹിനൊക്കെ എന്താ നബിന്റെ എത്രയും ശ്രേഷ്ഠ ഉമ്മത്തിനോട് സംസാരിക്കണതിന് പ്രശ്നം? എന്താ കഥ? അങ്ങനെ എത്ര ഔലിയാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ ഈ ഈ വിശ്വാസക്കാർ ഇമാമന്മാരും ഔലിയാക്കളും ഒക്കെ പിന്നെ സംസാരിച്ചോണ്ടല്ലേ. നിങ്ങൾക്ക് മുർത്തദ് സെന്ററിൽ ഞാനൊരു കസേര ഇട്ട് തരേണ്ടി വരും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ പോയാ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന മുർത്തദ് ആളാണ് ആണെങ്കിൽ ഞങ്ങളോട് ഞാൻ ആ കസേര തർക്കിക്കുന്നില്ലേ? വന്നിരിക്കാം. എന്തായാലും നടക്കട്ടെ പരിപാടികള്. നിങ്ങൾ അതല്ല ഇത് വായിച്ച് പറയും, പഠിക്കും. ഇസ്ലാമിന്റേത് അതാണ്. ആ കാര്യമാണ് മെയിൻ നിങ്ങൾ ആയിട്ട്. അതായത് ആദ്യം ചെയ്യേണ്ടത് ഖുർആൻ അതിന്റെ പരിഭാഷയും വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഖുർആൻ പരിഭാഷ എന്റെ മുന്നിലുണ്ട്. നിങ്ങൾ എത്ര നിങ്ങൾ 4 വായിച്ചിട്ട് 4:24 ഒന്ന് വായിച്ചോളി. നിസായിൽ 24-ാമത്തെ വചനം ഒന്ന് എടുത്ത് വായിച്ചോളി. നിങ്ങളൊന്ന് വായിച്ചാൽ മതി, മലയാളത്തിൽ വായിച്ചാൽ മതി. ഉറക്കെ വായിക്കണം കേട്ടോ, മനസ്സിൽ വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാതാക്കളും നിങ്ങളുടെ പുത്രികളും നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ പിതൃ സഹോദരികളും. 24 4:24 നിങ്ങൾ വായിക്കണേ. അമാനി മൗലവിന്റെ ആണ്. അമാനി മൗലവിക്ക് ഖുർആനൊന്നും അറിയില്ല, വേറെ ഏതെങ്കിലും എടുക്കി. അന്യരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന അമാനി മൗലവി ഒക്കെ അന്യരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അന്യരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ വളരെ മാന്യമായ ഒരു അന്തസ്സുള്ള ഒരു ഏർപ്പാട്. ബാക്കി നിങ്ങളുടെ അധീനതയിൽ വന്ന സ്ത്രീകൾ ഒഴികെ. എന്താ അധീനതയിൽ വന്ന സ്ത്രീകള്? അതിന് വിശദീകരണം പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ നിശ്ചിത നിയമമാണിത്. എന്താണത്? ഇവർ ഞാൻ പറഞ്ഞുതരാം. അതിന് പറഞ്ഞ ഈ അധീനതയിൽ വന്ന സ്ത്രീകളെ അതൊക്കെ പുതിയ ഓൺലൈൻ വേർഷൻസ് ആണ്. ഞാൻ വായിച്ചത്. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് ബ്രാക്കറ്റിലുണ്ട്, ഒഴികെ. അള്ളാഹുവിന്റെ നിശ്ചിത എന്നാണ്. അതായത് വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അതിന് വേറെയും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, ഒരാളുമായിട്ട് കരാറിലുള്ള ഒരു സ്ത്രീയെ നിഷിദ്ധമാണ്, പക്ഷെ നിങ്ങളുടെ കൈ ഉടമപ്പെടുത്തിയ ആളാണെങ്കിൽ കുഴപ്പമില്ല എന്ന്. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം ഹദീസിലുണ്ട്. അതിന്റെ വിശദീകരണം യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടതോടെ സ്ത്രീകളുടെ മുൻ വിവാഹബന്ധം അസാധുവായി തീരുന്നതാണ്. അടിപൊളി. പിന്നീട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വലിയ ഒരു മിനിറ്റ് ഭാര്യയും ഭർത്താവും അടിമകളാക്കി പിടിച്ച അല്ലെങ്കിൽ ബന്ദികളാക്കി പിടിച്ചവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതോടുകൂടി ഓല കല്യാണം ഇസ്ലാം റദ്ദാക്കിക്കണേ. പക്ഷെ അവര് അവിടെ ആവശ്യപ്പെട്ടാണ് ഞങ്ങൾക്ക് പഴയ രീതിക്ക് തന്നെ പോണെന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായും പോകേണ്ടി വരില്ലേ? പൊന്നാര അവിടെ അങ്ങനെ ആവശ്യം പറയണമെങ്കിൽ പൊന്നാര സുഹൃത്തെ ഖുർആൻ വചനം വായിക്കി. മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ നിഷിദ്ധമാണ്, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെയാണ്. എന്താർത്ഥം? ഓൽക്ക് ഭർത്താവ് ഒരു സത്യവിശ്വാസി ഇസ്ലാം വ്യഭിചാരത്തിന്റെ അർത്ഥത്തിനകത്ത് ഇത് കൊണ്ടുവരാത്തോണ്ട് വ്യഭിചാരമല്ല, അതല്ലേ? അടിമ സ്ത്രീനെ വ്യഭിചരിക്കുന്ന വ്യഭിചാരമല്ലല്ലോ. അടിമ സ്ത്രീയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരാണോ? ഇവിടെ എന്താ വെച്ചാല് അതായത് വിവാഹം ചെയ്യുമ്പോ തക്കുവ, സൂക്ഷ്മത, എന്ത് വിവാഹം? എല്ലാ ഭാഗങ്ങളും പരിഗണിക്കുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എവിടത്തിനകത്തോടെ വിവാഹം? ഈ വിവാഹം എന്ന് പറഞ്ഞാൽ തക്കുവ ആണോ? ഇതിനകത്ത് ഈ ഖുർആൻ വചനത്തിൽ എവിടെ വിവാഹം? സുഹൃത്തെ, ഈ സ്ത്രീകളെ അധീനപ്പെടുത്തിയാൽ പിന്നെ അത് വിവാഹം ചെയ്യണം. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യണമെന്നോ? പിന്നെ അല്ല, വെറുതെ പോയിക്കാനാണ് ഇത് ഇസ്ലാമാണോ?
ഇസ്ലാമിൽ വിവാഹം അല്ലാത്തൊരു സംഗതിയില്ല. ഇസ്ലാമിൽ വിവാഹമില്ലാത്ത സംഗതി ഇഷ്ടം പോലെ ഉണ്ട്. അത് നടത്തുന്നുണ്ടെങ്കിൽ ദാ അതൊക്കെ അത് ഖുറാനിലുള്ളത്. നിങ്ങളിപ്പോ വായിച്ച ഖുറാൻ വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അത് ഗവൺമെന്റിന്റെ വലിയ ഏത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ്? ആ ഒരു 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 നബി സല്ലല്ലാഹു സംഘത്തെ, അലൈഹി വസല്ലമിന്റെ കിടന്നുറങ്ങുന്ന ഒരു ഗോത്രത്തെ പോയി ആക്രമിച്ചെടുത്തിട്ട് അവിടുന്ന് തടവിലാക്കി പിടിച്ച മനുഷ്യന്മാരിൽ ആണുങ്ങളെങ്ങാനും ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പോലെ പെണ്ണുങ്ങള് വീതം കിട്ടിയവൻ ഉപയോഗിക്കാം എന്ന് പറയുന്നതിൽ എന്ത് ഭരണകൂടം, എന്ത് നിയമം, എന്ത് മാന്യത? ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഇതിനൊക്കെ ഇത് ഇന്നത്തെ ന്യായീകരിക്കേണ്ടി താങ്കൾ വരുന്ന ഈ ഒരു 1400 വർഷങ്ങൾക്ക് ശേഷമുള്ള രീതി 1400 മുന്നേ ചിന്തിക്ക്. അത് 1400 മുമ്പ് ഗോത്രങ്ങൾ ചിന്തിക്കാം. അങ്ങനെ എങ്ങനെ ജീവിച്ചിരുന്ന സമൂഹം അപ്പൊ എങ്ങനെ നമ്മൾ ഈ എന്താ ഗോത്രങ്ങൾ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു? എന്താ ചെയ്യണ്ടേ? ഞാൻ ഒരു കാര്യം അപ്പൊ പറയാം. നമ്മൾ എന്താ ചെയ്യണ്ടേ? എല്ലാ ഇസ്ലാമിന്റെ നിങ്ങൾ പറഞ്ഞത് വളരെ ഇസ്ലാമിന്റെ മാന്യമായ ഒരു പോയിന്റ് മുന്നിലുള്ള ആണ്. ഗോത്രങ്ങൾ അടിമ സ്ത്രീകളെ എങ്ങനെ എങ്ങനെയാ കണ്ടിരുന്നത്? ചെയ്തത് അത് നമുക്ക് നിങ്ങൾ നോക്കണം. അത് അപ്പൊ പറയും. നമ്മൾ എന്താ ചെയ്യണ്ടേ? അതായത് ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് വെച്ചിട്ട് നമുക്ക് ഇസ്ലാമിനെ കമ്പയർ ചെയ്താൽ ഇസ്ലാം പത്രമാറ്റാണ് എന്ന് പറയാമെന്നാണ് നിങ്ങളെ വാദമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലിയൊരു കിടങ്ങ് കുഴിക്കുക. ലോകത്തുള്ള സകല ഖുർആനും അതിന്റെ പരിഭാഷ ഹദീസും എല്ലാ സാമാനം കൊടുന്ന് അതിലിട്ട് മൂടുക. കാരണം ഇത് അന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാണ്ട് ആദ്യത്തെ മുതൽ അവസാനം വരെ ശുദ്ധീകരിച്ചു കൊണ്ടുവരണം. അതാണ് അതിനാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ചില്ലാനം പ്രവാചകന്മാരെ പറഞ്ഞിട്ട് പഠിച്ചോന് ഇത് ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ തന്നെയല്ല, ഇതിന് ഘട്ടം ഘട്ടം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞിക്കണോ? കഴിഞ്ഞിട്ടില്ല. അത് കഴിയും. ഇനിയും കഴിയോ? അതും കഴിയില്ല. അതിന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അസ്ഹാബു കഹ്ഫിന്റെ ചരിത്രം എന്തിനാ പറയുന്നത്? വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പിന്നെ ഖുർആൻ തന്നെ ഒരിക്കലുമില്ല. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രങ്ങളൊക്കെ ഖുർആൻ തന്നെ സംശയം തോന്നുന്നു. ലാസ്റ്റ് അസ്ഹാബുൽ കഹ്ഫിന്റെ നിങ്ങൾ എന്നോട് ഇപ്പൊ പറയിപ്പിക്കലേ. അതിന്റെ ചരിത്രമൊക്കെ എന്താണ്? അത് ഇനി സംഭവിക്കും, ഇനിയും സംഭവിക്കും. അത് എന്ത് സംഭവിക്കും? എന്ത് ചരിത്രം അതില്? ഗതികേട് എന്നല്ലാതെ എന്താ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്ന ഈസാ നബി പിന്നീട് അദ്ദേഹം അസ്ഹാബുൽ കഹ്ഫിന്റെ ജീവിത രീതിയിൽ മാറും. പിന്നീട് ഒരു സമുദായം എന്ന് പറയും ഇങ്ങനെ ഒരു സമുദായം ഇവിടെ ജീവിച്ചിരുന്നു, അങ്ങനെ ഒരു സമുദായം ജീവിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും ഇല്ല. നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. ഞാൻ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കും. ഒരിക്കലും ഇത് ചരിത്രങ്ങളും കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്ന ആള് വഴിതെറ്റി പോയില്ല. താങ്കളെ പോലുള്ളത് എങ്ങനെ ആളുകൾക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇസ്ലാമിന്റെ വഴികേടിൽ വിമർശിക്കാൻ പ്രയത്നിക്കണവര് ഞാൻ പഠിച്ചത് ഈമാൻ ഉറപ്പിക്കാനാണ്. എന്റെ ഈമാൻ തെറ്റിപ്പോയില്ല. താങ്കൾക്ക് യൂട്യൂബിന്റെ വരുമാനം മാത്രമേ എന്റെ ഈമാൻ പോയത് മദീനത്ത് നിൽക്കുമ്പോഴാണ്. യൂട്യൂബിൽ വരുമാനം കിട്ടൽ തുടങ്ങിയ യൂട്യൂബിൽ വരുമാനം കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ? അത് പോലെ പൂട്ടിക്കും ചെയ്തില്ല. എന്നിട്ട് ഞാൻ നിർത്തിയോ? അതാ പിന്നെ കിട്ടോണ്ടെന്ന് പിന്നെ അതുകൊണ്ടാണ് യൂട്യൂബ് പൂട്ടിക്കാൻ പോയത്. ട്രംപ് എന്ന രാജ്യങ്ങളെ യൂട്യൂബിൽ വിമർശനം നടത്തിയിട്ട് വരുമാനം കിട്ടി ജീവിക്കുന്നതും പിന്നെ ആരെങ്കിലും കച്ചവടത്തിന് പോകുമ്പോ ഓല തോക്കും ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഓല സമ്പത്ത് പിടിച്ചെടുത്ത് ഓല പെൺകുട്ടികളെയും മക്കളെയൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുവന്നിട്ട് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് തിന്ന് ജീവിക്കുന്നേക്കാളും നല്ലത് അണ്ടസല്ലേ യൂട്യൂബിന്റെ വരുമാനം? അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങള്. ഇത് നിന്നാണ്ടാട്ടങ്ങള് എന്ത് നിന്നാണ്ടാട്ടാ? കൈക്കോട് എടുത്ത് ഇറങ്ങും. ചങ്ങായി, എനിക്ക് 42 വയസ്സായി. 18 വയസ്സായി. ഞാൻ എന്താ മതവിമർശനം തുടങ്ങിയത്? യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ അതുവരെ എന്റെ കുട്ടികളൊക്കെ കാറ്റ് മുണങ്ങി ജീവിച്ചതാ? അതോ പള്ളി കമ്മിറ്റി ചെലവ് വന്നീന്നോ? തീരെ ഇല്ലാത്ത വാദങ്ങൾ പറയാതിരിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എപ്പോഴും നഷ്ടപ്പെടും. ഒരിക്കലല്ല. നമ്മള് കയ്യിൽ നിന്ന് മൊത്തം ഉത്തരം മുട്ടി പോകും. ഞാൻ ഒരിക്കലും എന്റെ മക്കളെ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും ഞാൻ അഹങ്കരിക്കൂല. ഇവിടെ അഹങ്കാരം തന്നെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ താങ്കൾക്ക് ഈ ആരോഗ്യം ഉണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നക്കാൻ കിട്ടുന്നുള്ള ആ ഒരു അതുകൊണ്ടാണ് വിമർശനം വരുന്നത്. ഒരു അല്പത്തരത്തിന് ഒരിക്കലല്ല. ഭദ്രമായ ഒരു മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്കൾ ഇന്നിപ്പോ ഒന്ന് തിന്നാനും കിട്ടണില്ല ഒരൊറ്റ അവസ്ഥയിൽ അതെന്താ കാട്ടുകൾ? ഏത് മനുഷ്യനും ഏത് അവസ്ഥ എപ്പോഴും വരാം. അതിന് അങ്ങനത്തെ സാഹചര്യങ്ങൾ അള്ളാനെ വിളിക്കൊള്ളും. അപ്പൊ താങ്കൾക്ക് ആ രീതിയിൽ ദൈവവുമായി ബന്ധപ്പെടേണ്ട ഇന്നത്തെ മുസ്ലിങ്ങളെ അവസ്ഥ തന്നെയാണ്. സമ്പത്തും അങ്ങനെയാണ് ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാവേണ്ടത്. അതാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം. അങ്ങനെയല്ല ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ വിശ്വാസം അതാണോ ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവ്? അതെ, അത് വിശ്വാസം ഇല്ലായ്മയാണ്. എന്താ കഥ? നിങ്ങൾക്ക് മൊത്തം അക്കായത പയച്ച് കിടക്കാണ്. നിങ്ങള്
ആദ്യം ഒരു ഉസ്താദിനെ കൊണ്ടിട്ട് നിങ്ങളെ അക്കീദ ഒന്ന് ശരിയാക്കി ആദ്യം, നിങ്ങൾ എന്നിട്ട് മറ്റേ ബാക്കി നമുക്ക് ടി ശരിയാക്കാം. വി ചാനലിൽ കിടന്ന് വെല്ലുവിളിച്ചിരുന്നല്ലോ, എനിക്ക് ഇന്ന ദിവസം വരണം, എന്നിട്ട് എന്തൊക്കെ എവിടെ പറഞ്ഞു. വരണ്ടേ? അതൊക്കെ വന്നോളൂ. നിങ്ങള് അത് മറ്റേ പ്രവചിക്കാൻ കെൽപ്പുള്ളതുകൊണ്ട് എനിക്ക് താങ്കൾക്ക് തന്നെ പ്രവചിക്കും. പ്രവചിക്കാലോ. താങ്കൾക്ക് പറയാ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ഇത്ര ദിവസം കൊണ്ട് അള്ള ഇന്നത് തീർക്കട്ടെ പറഞ്ഞിട്ട് താങ്കൾ വെല്ലുവിളിച്ചാണ്ട് ഒരു വീഡിയോ ഇടി. എന്നിട്ട് എന്താ? അതൊക്കെ അത് നോക്കാം നമുക്ക്. എത്രയോ തവണ കഴിഞ്ഞു. താങ്കളെന്ന് വേറെ ആളും ആരും പറയണ്ട, താങ്കൾ അതൊക്കെ എത്രയോ തവണ കഴിഞ്ഞിക്കണ്. നിങ്ങൾ താങ്കൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എന്റെ ചാനൽ, അതാണ് നിങ്ങളെ പ്രശ്നം. താങ്കൾ തന്നെ വെല്ലുവിളിച്ചിട്ട് പ്രാരംഭഘട്ടം മുതൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ല, അതാ പ്രശ്നം. നിങ്ങൾ പറയാ ഇനിയെങ്കിലും ഇത്രയും കാലമായിട്ട് എനിക്ക് അള്ളാനെ മനസ്സിലായില്ല, ഇനി മനസ്സിലാവൂല. അങ്ങനെയാണ് ഇന്ന ഇപ്പൊ തന്നെ ഇന്ന ദിവസം ഞാൻ പറയാലോ. അതാ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീർക്കട്ടെ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ പറയാം. അള്ളാക്ക് പ്രിപ്പറേഷന് കുറച്ച് സമയം വേണ്ടി വരുമോ? അല്ലാത്തൊരു പറഞ്ഞു. എന്താ കഥ സുഹൃത്തെ? മനുഷ്യനാണ്, ഒരു ജീവിയാണ്, ഒരു മെഷീനാണ്. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് അവസാനിക്കും, മരിക്കും. അത് ഈ പ്രകൃതിയുടെ ഒരു ചക്രാണ്. മനസ്സിലായോ? പ്രവചന വീരന്മാരെന്താ ചെയ്യണ്ടേ? ഇപ്പൊ തോക്കുസ്വാമിക്ക്, നിങ്ങൾ തോക്കുസ്വാമിക്ക് വേണ്ടിയിട്ടൊക്കെ വക്കാലത്തെടുക്കുന്ന വല്ല കൗതുകമാണ്. തോക്കുസ്വാമിനെ അള്ളാനെയാണ് കമ്പയർ ചെയ്യുന്നത്. അല്ല, ഞാൻ തോക്കുസ്വാമിനെ അള്ളാനല്ലേ. ഇത് ഏത് സ്വാമിമാരായാലും ഉസ്താദുമാരായാലും ആദ്യം വേണ്ടത് ആത്മീയത എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. ആത്മീയത എന്ന് പറഞ്ഞാൽ മധുരാണ് ആത്മീയത എന്നാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ട് പിന്നെ ഞാനൊന്ന് ഉറപ്പിച്ചു വെച്ചപ്പോ അയാൾക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലേ? അതാണ് ആന്ന് പറയാൻ. ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് സംസാരിക്കലാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവം സംസാരിക്കാൻ പല രീതിയിലുണ്ടാവും. ചിലപ്പോ നാരായണനെ വിട്ടിട്ട് ദൈവദൂതനാക്കി വിടും. അവന്റെ രക്ഷ അങ്ങനെ ആയിരിക്കും. നിങ്ങൾ അക്കീദ പേച്ചിക്കണ്. നിങ്ങൾ നേരെ വിസ്ഡം ഗ്രൂപ്പിന്റെ ബാസിലെങ്കിലും ഒന്ന് പോയി കാണി. അപ്പൊ ബാസിൽ പറഞ്ഞു നിങ്ങൾ അക്കീദ എവിടെ പേച്ചെടുക്കണെന്ന്. അത് ശരിയാക്കി. എന്തായാലും നന്നാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. ശരി. ഏതായാലും ഈ രീതിയില് കാരണം എന്താ വെച്ചാല് ആത്മീയത എന്ന് പറഞ്ഞത് പണ്ഡിതന്മാര് പറയുന്നത് അല്ലെങ്കിൽ പുസ്തകങ്ങൾ എടുക്കണല്ല. അവിടെ എന്താ വെച്ചാല് നമ്മള് പരിശ്രമിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളതിൽ മാറ്റം ഉണ്ടാവും. അത് നമ്മള് ഒരിക്കലല്ല, പരിശ്രമിക്കുന്നതിനനുസരിച്ച് നമ്മള് പഠിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനനുസരിച്ച് ഈ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ഈ നമുക്ക് മോചനം ഉണ്ടാവും. യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാൻ കഴിയും. അതാണ് ഇതിന്റെ മനസ്സമാധാനം. ലോകത്ത് പല ആളുകളും പല പോരായ്മകളിലാണ് ജീവിക്കണത്. ചിലവർക്ക് ബുദ്ധിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ല, ചിലവർക്ക് എല്ലാ പുസ്തകങ്ങൾ വായിച്ചാൽ ചിലപ്പോ മൈൻഡിൽ കയറിക്കോളന്നില്ല. അപ്പൊ അവിടൊക്കെ എന്താണ് ഇസ്ലാമിന്റെ ഒരു അധ്യാപനം എന്താ വെച്ചാല് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ സഹസൃഷ്ടികളോട് അനുകമ്പാപൂർവ്വം പെരുമാറുക. ഈ രണ്ടാം കാര്യമാണ് മെയിൻ. സഹസൃഷ്ടികളോട് അനുകമ്പാപൂർവ്വം. നിങ്ങള് പിന്നെ ഇസ്ലാമില് ഈ സ്നേഹവും വെറുപ്പും അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ആശയം കേട്ടിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക എന്ന ആശയം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബറാവും ബലയും പറയും പറയാം. പറഞ്ഞോളി, എങ്ങനെയാണ്? ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ നിങ്ങളെ പ്രശ്നം. അല്ല, ഇതിന്റെ മെയിൻ കാര്യം ഇതാണ്. കാരണം ഒന്ന് ഞാൻ ഇത് പറഞ്ഞേക്കും, കാരണം സഹസൃഷ്ടികളോട് പെരുമാറാൻ എല്ലാ സൃഷ്ടികളും അള്ളാന്റെ സൃഷ്ടികളാണെന്ന് ഞാൻ സൃഷ്ടികളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കാന്ന് അള്ള പറഞ്ഞാല് ഹുഖൂഖുൽ ഇബാദ്. അപ്പൊ ഈ രണ്ട് സംഗതികൾ കൊണ്ട് ഒരു മനുഷ്യന് ദൈവത്തിലെത്താൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഞാൻ കുറെ വാദിച്ച് താങ്കളോട് കുറെ വാദിച്ച് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുകയും ചെയ്യുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതും സഹജീവികളോട് കാരുണ്യം കാണിക്കുക എന്ന് പറയുമ്പോഴും തമ്മിൽ ചെറിയ പ്രശ്നമല്ലേ? യുദ്ധം ചെയ്യാറിന് താങ്കൾ വിചാരിക്കണ യുദ്ധത്തിൽ കൂടെ മാത്രമല്ലല്ലോ ആ യുദ്ധം കാണണ്ടേ. ആശയപരമായി ഞാൻ താങ്കളോട് സംസാരിക്കുന്ന ഒരു യുദ്ധമാണ്, ആശയപരമായിട്ടാണ്. ആ രീതിയിൽ എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ച വാക്ക് ജിഹാദ് അല്ല, കത്തിലാണ്. കത്തില് ഞാൻ പറഞ്ഞു, അതില് വിശുദ്ധ ഖുർആൻ പറയണ്ടല്ലോ, ഇതില് ഖണ്ഡിതമായിട്ടുള്ള വചനങ്ങളുണ്ട്, ആലങ്കാരികമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത്. ആലങ്കാരിക വചനം ഒരിക്കലല്ല. വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞുതരാം ഒരായത്ത് എന്താണ്. അതായത് ഈ വിശുദ്ധ ഖുർആനെ ഞാൻ ഒരു പർവ്വതത്തിന്റെ പ്രവാചകനോട് യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള വിധി. യുദ്ധം ചെയ്യാന്ന് താങ്കൾ ഇപ്പൊ പ്രവാചകനോട് യുദ്ധം ചെയ്യാണ്, അള്ളാഹിനോട് യുദ്ധം ചെയ്യാണ്. താങ്കളൊരു യുദ്ധത്തിലാണ്. നിങ്ങൾ പറഞ്ഞത് നന്നായി. അങ്ങനത്തെ ആളുകൾക്കുള്ള വിധി അവർ തിരിച്ചതേപോലെ അവർക്ക് പ്രതികരണം കൊടുക്കും. പറയട്ടെ, അവർ കൊല്ലപ്പെടുകയോ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ അത്രത്തോളം നാട് കടത്തുക ചെയ്യപ്പെടുകയാണ്. ഞാൻ ചെയ്യുന്ന യുദ്ധത്തിനും നിങ്ങളാ പറഞ്ഞോ, ഞാൻ ചെയ്യുന്നത് യുദ്ധമാണെന്ന്. എന്നെ പോലുള്ള ആൾക്കാർക്ക് ഖുർആൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വിധിയാണ് എന്ത്? കൊല്ലപ്പെടുകയോ
എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ, അതാണ് നമ്മളെ ജോസഫ് പോസ്റ്റയുടെ കേസിലുണ്ടായത്. അതെ. പക്ഷെ അതൊക്കെ ബാഹ്യാർത്ഥത്തിൽ എടുത്തതാണ് പ്രശ്നം. ഇപ്പൊ ബൈബിളിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് മനുഷ്യന്മാരെ കഴിക്കുന്നത് ബാഹ്യാർത്ഥത്തിൽ എടുക്കാൻ ഈ ഭക്ഷിക്കാന്നുള്ളത്. കിതാബ് ഇങ്ങനെ ബാഹ്യാർത്ഥത്തിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തയച്ച പഠിച്ചോന്നല്ലേ? അതെ, അതിന് പ്രവാചകന്മാരെയും ഔലിയാക്കളെയും പിന്നാലെ വിട്ടിട്ടുണ്ട് അതിനെ വിശദീകരിക്കണത്. അത് വിശദീകരിച്ചിട്ടുണ്ടേ. ആ വിശദീകരണം ദീനഹു ഫഖ്തുലൂ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് ഹദീസിലെ. ആരെങ്കിലും ഒരാൾ അവന്റെ മതം മാറി അവനെ കൊല്ലണമെന്നേ. സുഹൃത്ത് അതെന്നെ പറഞ്ഞ അതിന് ഇസ്ലാം ഉപേക്ഷിച്ചപ്പോ പിന്നെന്തിനാ അപ്പുറത്ത് മതത്തില് ബലാത്കാരമില്ല എന്ന് പറയുന്നത് എന്തിനാ? അത് അതിന്റെ മുമ്പ് പറഞ്ഞാണേ. വിശുദ്ധ ഖുർആനിൽ പറയണ്ടല്ലോ ഈ മതത്തില് ബലാത്കാരം ഇല്ല എന്നാണ്. പണ്ട് പറഞ്ഞാൽ അവസാന കാലം വരെ നിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിനെ ബാധിക്കൂല പറഞ്ഞാൽ അത് എല്ലാ കാലത്തും ബാധകമാണ്. അല്ല, വാളിന്റെ വചനം കൊണ്ട് ഇത്തരം ഒരുപാട് ആയത്തുകൾ റദ്ദ് ചെയ്തു. ഞാനൊരു താങ്കളൊരു യുക്തിവാദിയാണോ? അല്ല, താങ്കളൊരു യുക്തിവാദിയാണ്. ഒരു യുക്തിവാദിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഖുർആന്റെ മലയാള പരിഭാഷ നല്ല മനസ്സിരുത്തി 2-3 ആവർത്തി വായിക്കാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലുടക്കുന്ന പ്രത്യേകമായിട്ട് പരിശോധിക്കണം എന്ന് തോന്നുന്ന വചനങ്ങൾ, അതിന്റെ അവതരണ പശ്ചാത്തലം, പ്രത്യേകം പരിശോധിക്കണം എന്നാണ് ഞാനൊരു പഠിക്കണം. ചന്ദ്രനെ പിളർത്തിയത് ഞാൻ പരിശോധിച്ചു, എനിക്ക് മനസ്സിലായി. ഇങ്ങനത്തെ കഥ ആർക്കാ പറഞ്ഞുകൂടാത്ത? നമ്മുടെ CM വലിയുല്ലാഹി ഒരു ഹൃദയം തകരാറായ മനുഷ്യനോട് പറഞ്ഞു, ഓനക്ക് ഹൃദയമൊന്നും വേണ്ട, അയാൾ ഇപ്പോഴും ജീവനോട്ടുണ്ടെന്ന ഒരു മൂല്യമാണ്. അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? പക്ഷെ ഇവിടെ ചന്ദ്രനെ പിളർത്തിയത് അതിനൊരു വേറെ തല ഉണ്ട്. അതിനുണ്ട് ദൈവത്തിന് കിട്ടേണ്ട ജ്ഞാനം. അതിനൊരു തലയില്ല. ആരാറിന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ തരാണെങ്കിൽ. പറഞ്ഞോളൂ. ചന്ദ്രനെ പിളർത്തി പറഞ്ഞാൽ ആ കാലഘട്ടത്തില് മക്ക വിജയം നടന്നിട്ടില്ല. അപ്പൊ ഈ അറബികളെ പ്രധാന ചിഹ്നമായിരുന്നു എന്ത്? ചന്ദ്രന്. അവര് അറബി നേതാക്കന്മാരെ ചന്ദ്രൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, അറബികളെ ചിഹ്നം എന്ന് പറഞ്ഞാല് അറബി നേതാക്കന്മാരെ ഗോത്ര തലവന്മാരൊക്കെ ഈ ഒരു ചന്ദ്രനായിട്ട് അതിന് പല ഹദീസുകളും അതിന് വേറെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹ സ്വകാര്യ മുറിയില് 3 ചന്ദ്രൻ വീണതായിട്ട് സ്വപ്നം കണ്ടു. അത് പിന്നീട് പുലർന്ന് ഒന്ന് അബൂബക്കർ സിദ്ദീഖായിരുന്നു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ 3 ചന്ദ്രൻ അവിടെ പൂർത്തിയായി. അപ്പൊ അതിന്ന് മനസ്സിലാക്കി എന്താണ് ഈ ചന്ദ്രൻ ഉദ്ദേശിച്ചത് നേതാവാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ മടിയിലുള്ള 3 ചന്ദ്രൻ വീണത്. ജന്നത്തുൽ ബഖീലേക്ക് ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന്റെ വിശദീകരണം അതാണ്. ആയിഷ റളിയല്ലാഹു അവിടെ നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ എന്നെ അവിടെ തന്നെ പോകണം. അല്ല, വേറൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളിപ്പോ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ CM വലിയുല്ലാഹി അദ്ദേഹത്തിന്റെ പവർ കൊണ്ട് ഹൃദയം ആവശ്യമില്ല, നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ ഒരാള് ഞാനൊരിക്കലും ജീവനോട് ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയും അത് വിശ്വസിക്കുകയും അതിൽ തക്ബീർ എല്ലാം ചെയ്യുന്ന ജനതകൾ ഉള്ളിടത്ത് ചന്ദ്രൻ പിളർന്നു വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതിൽ പല ഡോക്ടർമാർ വരെ ഉണ്ടാവും. പിന്നെന്താ വെച്ചാല് ഇതില് വിമർശകർ ഇതൊക്കെ ഇസ്ലാമിലുള്ള ആളുകൾക്ക് ഇത് സത്യമാണെന്ന് മനസ്സിലാവും. അവരെ വിശ്വാസ വർധനക്കുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ലോകത്ത് മൊത്തം ജനങ്ങൾ ഇത് കാണിക്കാന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് വിശ്വാസ വർധനക്ക് ഇങ്ങനെ മുസ്ലിം പവർ കൊടുക്കേണ്ടി വരുന്ന വെച്ചാല് ഇത് ആർക്കും വലിയ ബോധ്യമൊന്നുമില്ല, ഒക്കെ ഒരു വിശ്വാസമാണ്. പിന്നെ അത് ഇടക്കിടക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനിൽ പല സ്റ്റേജിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് വിശ്വാസം സത്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചില മോചിതത്വങ്ങളും കറാമത്തുകളും ഉണ്ടാവും. അപ്പൊ പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കൊക്കെ ഉണ്ടാവും. ആ ഭാഗം നമുക്ക് വേണമെങ്കിൽ വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ നമ്മളിപ്പോ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഖുറൈശി കഥയുണ്ട്. അതായത് ഖുറൈശികളുടെ ഒരു അവസ്ഥ ഉണ്ട്. മുഹമ്മദ് പ്രവാചകനാണെങ്കിലോ മുഹമ്മദ് എങ്ങാനും പ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാനും അത് ഉറപ്പിക്കാനും പോലും വല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. ആ കഥ നമുക്ക് വേണമെങ്കിൽ വേറൊരു അവസ്ഥയിൽ ഈ മോചിതത്തൊക്കെ കൂട്ടി പറയാം. ഞാൻ ഈ ചന്ദ്രന് പറഞ്ഞല്ലോ, അതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പൊ സഫിയ റളിയല്ലാഹു പിന്നെ ഇത് ഒരു ഭർത്താവുമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭർത്താവ് എന്നിട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞ കഥയല്ലേ? എന്തിനാണ് ഇതൊക്കെ? അതും ചന്ദ്രന്റെ ഇത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അറബ് ലോകത്തിലെ ആ ഉം. സമൂഹത്തിലെ ഈ ഗോത്ര ഭരണത്തിന്റെ അവസാനം അന്ത്യം വരുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത്. അത് അന്നത്തെ സഹാബാക്കൾക്ക് മനസ്സിലായതിൽ അവർക്ക് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി അത് ബാഹ്യമായിട്ടാണോ അല്ലതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് പിളർത്തി എന്ന് അവന്റെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസ അപ്പൊ വർഗമല്ല. പിളർത്തുക അത്രേ ഉള്ളൂ, വിശ്വസിക്കുക അത്രേ ഉള്ളൂ. ആ അത്ര തന്നെ അപ്പൊ ഉള്ളൂ. എന്തായാലും നിങ്ങളെ വിശ്വാസം നിങ്ങളെ അവിടെ രക്ഷിക്കട്ടെ. പിന്നെ എന്തായാലും നമുക്ക് ആ നിർത്താം. ഏകദേശം കാലത്ത് 1 മണിക്കൂറിലധികമായി എനിക്ക് തോന്നുന്നു. ആ കാലത്ത് ഒരിക്കലും ചന്ദ്രനിൽ പോയി കണ്ട് 1 ഇത് മണിക്കൂർ 20 മനസ്സിലാക്കാനൊന്നും മിനിറ്റ് ആയി. കഴിയില്ലല്ലോ. നമുക്ക് നിർത്താം. നമുക്ക് പിന്നെ ഒരു ഏതായാലും സമയത്ത് ബാക്കി പറയാം. കഞ്ഞിക്കുള്ള ഓക്കെ, വകയില്ല. എന്നൊക്കെയുള്ളതായി. ശരി.